ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ മുഹ്സിൻ റഷീദ് ഫ്രം കാലിക്കറ്റ്. നമ്മുടെ ട്രേഡ് കമ്മ്യൂണിറ്റിയിലേക്കുള്ള ഇൻഫർമേഷൻ വീഡിയോ സീരീസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വേവ് തിയറിയെ കുറിച്ചാണ്. അപ്പൊ വേവ് തിയറി സീരീസിൽ കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിത്ത് പ്രൂഫ് എന്താണ് പവർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളത്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഓണർഷിപ്പ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അത് SIP ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്താണ്, പ്രൈസ് കയറി ഇറങ്ങിക്കൊണ്ടാണ് മുമ്പോട്ട് പോവുക. അപ്പൊ നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് വേവ് സീരീസിനെ കുറിച്ചാണ്. അപ്പൊ തീർച്ചയായിട്ടും വേവ് സീരീസിലും ഇൻവെസ്റ്റ്മെന്റും എന്താ പറയുക, ഇൻവെസ്റ്റ്മെന്റിനും നമുക്ക് ടെക്നിക്കൽ വേണം, പ്രീമിയം പ്രൈസ് ആക്ഷനും വേവ്സും വേണം. അതുപോലെ തന്നെ ട്രേഡിംഗും നമുക്ക് പ്രീമിയം പ്രൈസ് ആക്ഷനും വേവ്സും വേണം. ഓക്കെ, രണ്ടും ടെക്നിക്കൽ അനാലിസിസ് എന്നാണ്, അതിപ്പോൾ ചാർട്ടിന്റെ എഡ്യൂക്കേഷൻ ആണ്. അതുപോലെ തന്നെ കമ്പനിയുടെ സ്ട്രെങ്ത് അളക്കുന്ന കമ്പനി ഫണ്ടമെന്റൽസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ഇത് അസാധ്യമായ കാര്യമല്ല. ഓണർഷിപ്പിനെ കുറിച്ച് വളരെ റെയർ ആയിട്ട് ആളുകൾക്ക് അറിയുള്ളൂ. അവിടെ തന്നെ ഇൻട്രാ ട്രേഡിങ്ങിനെ കുറിച്ചാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഏറ്റവും സുപ്രീം ആയിട്ടുള്ളത് ഓണർഷിപ്പാണ്. അപ്പൊ നിർബന്ധമായിട്ടും നിങ്ങൾ ഫണ്ടമെന്റലും ടെക്നിക്കലും പഠിച്ചുകൊണ്ട് പ്രീമിയം ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത്, ഇപ്പോ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഒരു പക്ഷേ സ്മോൾ ആയിരിക്കാം, പിന്നീട് അത് മിഡായി, പിന്നീടാണ് ലാർജ് ആകും അല്ലെ. അതാ നിങ്ങൾക്ക് ഉദാഹരണത്തിന് വേണ്ടി കാണിച്ചു തന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പൊ നിലവിൽ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലാർജ് ക്യാപ് പ്രീമിയം സ്റ്റോക്കുകൾ മാത്രം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ പഠിച്ചത്? ഒരു സാധാരണ കർഷകനായിരുന്ന അദ്ദേഹം 10,000 രൂപ കൊടുത്ത് 100 ഷെയർ മേടിച്ചു. ആ 100 ഷെയറിൽ നിന്നും എത്രയാണ്, 3,000 കോടിയുടെ അസറ്റ് വാല്യൂ ഉണ്ടാക്കിയെടുത്തു. അസറ്റ് വാല്യൂ ഉണ്ടാക്കിയെടുത്തു, സാമ്രാജ്യം ബിൽഡ് ചെയ്തു. മാത്രമല്ല, ഒരു 100 ഷെയറിൽ നിന്നും എത്രയാണ്, 10 കോടി ഷെയർ ആണ് അപ്രോക്സിമേറ്റ്ലി അദ്ദേഹത്തിന് എന്താണ് നിലവിൽ ഇപ്പൊ കയ്യിലുള്ളത്. അദ്ദേഹത്തിന്റെ വരുമാനമോ 12 കോടി രൂപയാണ്. അതായത് അപ്രോക്സിമേറ്റ്, അത് കൊടുക്കുന്ന ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ മിനിമം കിട്ടത്ര 12 കോടി രൂപയാണ്. അപ്പൊ 12 കോടി രൂപ ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ മാസത്തേക്ക് 1 കോടി രൂപയാണ് ഡിവിഡൻഡ്. ഇത് ഞാൻ പറഞ്ഞത് ഇതിൽ കൂടുതലായിരിക്കും, ഞാൻ പറഞ്ഞ അപ്രോക്സിമേറ്റ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഡിവിഡൻഡ് സ്റ്റോക്ക് നമ്പർ ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്, 100-ൽ നിന്ന് 1 കോടി ഷെയർ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അവിടുന്ന് 1:1 1:2 കൊടുക്കുകയാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ടാണ് ഹൈ ഫാസ്റ്റ് ആയിട്ട് ഗ്രോത്ത് ആവുക. അത് 50 കോടിയാവും, 100 കോടിയാവും. അപ്പൊ അവിടെ 10 രൂപ 12 രൂപ കൊടുക്കുമ്പോൾ ആ റേഞ്ചിലുള്ള ഡിവിഡൻഡ് ആണ് കിട്ടുക. അപ്പൊ നമ്മൾ ഈ കാണുന്ന 5 രൂപ 10 രൂപ എന്നുള്ളത് തീർച്ചയായിട്ടും കമ്പൗണ്ടിങ്ങിലൂടെയാണ് അത് വർക്ക് ആവുന്നത്. അവിടെ നമ്മൾ പ്രൈസ് കമ്പൗണ്ട് കണ്ടു, നമ്പർ ഓഫ് ഷെയറിംഗ് കമ്പൗണ്ട് ചെയ്യുന്ന കണ്ടു, അതുപോലെ തന്നെ ഡിവിഡൻഡ് ഇൻകം കമ്പൗണ്ട് ചെയ്യുന്ന കണ്ടു. അതാണ് പെർമനന്റ് ഇൻകം. ഓക്കെ, അത് കമ്പനി ചെയ്യുന്ന ബിസിനസ് ലാഭവിഹിതമാണ്. അതിന് നിങ്ങൾ ഫണ്ടമെന്റലും ടെക്നിക്കലും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്മൾ ഒരു 6 മുതൽ 16 സ്റ്റോക്ക് വരെ നമ്മുടെ ഒന്നാമത്തെ അക്കൗണ്ടിൽ വെക്കുക. അതായത് ഒന്നാമത്തതാണ് സുപ്രീം, എന്താണ് നമ്മുടെ SIP ഇൻവെസ്റ്റ്മെന്റ് ഓണർഷിപ്പ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതൊരിക്കലും പ്ലഡ്ജ് ചെയ്യാതിരിക്കുക. ഓക്കെ, അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ പഠിപ്പിക്കുന്ന ആളുകൾ പറയുന്ന കേൾക്കാം, പ്ലഡ്ജ് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്ഷൻ സെല്ല് ചെയ്യാം. ഒരിക്കലും അതൊന്നും ചെയ്യാതിരിക്കുക സുഹൃത്തുക്കളെ. ഇതാണ് സുപ്രീം. ഇപ്പൊ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് തന്നെ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പെർമനന്റ് ഇൻകം. ഡിവിഡൻഡ് ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രേഡിംഗ് ഇൻകം നമ്മുടെ സ്കില്ലിനെയും നമ്മുടെ എഡ്യൂക്കേഷനെയും സ്കില്ലിനെയും പ്രാക്ടീസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഡിവിഡൻഡ് ഇൻകം എന്ന് പറയുന്നത് അത് പെർമനന്റ് ഇൻകം ആണ്. ഓക്കെ, അത് പ്രത്യേകം എഴുതി വെക്കുക. ഇത് രണ്ടിനും പഠിക്കണം കേട്ടോ. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും ഫണ്ടമെന്റലും പഠിക്കുക, അതുപോലെ തന്നെ ടെക്നിക്കലും പഠിക്കുക. ആക്ച്വലി നമ്മുടെ മെയിൻ വിഷയം എന്ന് പറയുന്നതാണ് വേവ് സീരീസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും രണ്ടാമത്തെ പോർട്ട്ഫോളിയോയെ കുറിച്ച് നമ്മൾ പറഞ്ഞത്, അത് ഒന്നാമത്തെ പോർട്ട്ഫോളിയോ ആണ്. അവിടെ ഡിഫറെന്റ് സെക്ടറിൽപ്പെട്ട 6 മുതൽ 12 സ്റ്റോക്ക് വരെ നിങ്ങളുടെ അതായത് നിങ്ങളുടെ ഫണ്ടമെന്റൽ അനാലിസിസിന് ശേഷം ലാർജ് ക്യാപ് പ്രീമിയം ഹെവി ഡിവിഡൻഡ് കൊടുക്കുന്ന, ഹെവി ബോണസ് കൊടുക്കുന്ന സ്റ്റോക്കുകൾ മാത്രം ഓണർഷിപ്പ് നേടുക. ഓക്കെ, രണ്ടാമത്തെ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എന്താണ്, സ്വിംഗ് ട്രേഡിംഗ് പോർട്ട്ഫോളിയോ ആണ്. ഓക്കെ, അപ്പോൾ ഒരാഴ്ച മുതൽ 10 വർഷം വരെയാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റോക്സ് ഞാൻ പറഞ്ഞു, സ്റ്റോക്സ് കഴിഞ്ഞാൽ എന്താണ്, ഡെറിവേറ്റീവിൽ സ്റ്റോക്സിനെ ഹെഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ എന്താണ്, ഓപ്ഷൻസ് ആണ്. അപ്പൊ ഫ്യൂച്ചറിനെ ഹെഡ്ജ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടുത്തെ ട്രേഡിംഗ് ടൂൾ ആണ് ആക്ച്വലി. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിൽ. പല ആളുകൾ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഗ്രൂപ്പുകൾ കണ്ടിട്ടുണ്ട്. അതായത് ETF മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, അതായത് ഓണർഷിപ്പ് നേടുന്ന ആളുകളുണ്ട്. അതൊരിക്കലും നിങ്ങൾക്ക് പെർമനന്റ്ലി ഓൺ ചെയ്ത് വെക്കാൻ പറ്റില്ല. അവിടെ ഡിവിഡൻഡ് കൊടുക്കുന്നുണ്ട് കമ്പനികൾ, പക്ഷെ എന്താണ്, അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾക്ക് യൂണിറ്റ്സ് ആയിട്ടാണ് തരിക. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ വിപ്രോ ഷെയർ മുഹമ്മദ് അലി സാറിന് 100-ൽ നിന്ന് 1 കോടി ആക്കിയതും, യൂസഫ് അലി സാറിനെ പോലെ വലിയ അസറ്റ് വാല്യൂ ഉണ്ടാക്കിയെടുത്തതും, കർഷകനായ സാധാരണക്കാരനായ അദ്ദേഹം 5,000 കോടി 10,000 കോടി രൂപയുടെ അസറ്റ് ഉണ്ടാക്കിയെടുത്തതും, അതുപോലെ തന്നെ 12 കോടി വരുമാനം നേടുന്നതൊക്കെ എന്താണ്, സ്റ്റോക്ക് അത് സാധിക്കുള്ളൂ. സ്റ്റോക്ക് അവിടെ വെക്കുന്നുണ്ട് അല്ലെ, അത് വിറ്റ് കഴിഞ്ഞാൽ വിൽക്കുന്നുണ്ടോ, ഇല്ല. അപ്പൊ യൂണിറ്റ്സ് അങ്ങനെയാണ്, ഒരിക്കലല്ല. യൂണിറ്റ്സ് ഒരിക്കലും നമുക്ക് പെർമനന്റ്ലി ഓൺ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇപ്പൊ സിസ്റ്റമാറ്റിക്കൽ വിഡ്രോവൽ പ്ലാൻ ഉണ്ട് അവിടെ. പക്ഷെ എന്താണ്, അവിടെ നിങ്ങളുടെ നിലവിലുള്ള യൂണിറ്റ്സിൽ നിന്ന് വിറ്റുകൊണ്ട് പോവുകയാണ്. ഓക്കെ, അത് ഡെലിവേറ്റ് നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുക. 100% ഞാൻ പറയുന്നത് കേട്ടോ. അത് വിശ്വസിക്കാത്ത സുഹൃത്തുക്കളുണ്ട്. അതൊരിക്കലും ഓണർഷിപ്പ് ടൂൾ അല്ല. നമുക്ക് റിട്ടേൺസ് എന്താണ് പറയാ,
ഡിവിഡന്റ് ഒക്കെ അവിടെ കിട്ടും. പക്ഷെ അതൊക്കെ യൂണിറ്റ്സ് അതിനകത്താണ് കിട്ടുക. മാത്രമല്ല നിങ്ങൾക്ക് എഗ്രിമെന്റ് ഒപ്പിട്ട് മേടിക്കുന്നുണ്ട്. ഇത് മാർക്കറ്റിന്റെ റിസ്ക് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ റിസ്ക് അനുസരിച്ചിട്ട് നിങ്ങളുടെ റിട്ടേൺസ് കുറയാന്നുള്ളൂ അഡ്വാൻസ് ആയിട്ട് ഒപ്പിട്ട് മേടിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇൻ കേസ് അത് എന്ത് ചെയ്യണം, അതുകൊണ്ടാണ് ഞാൻ ട്രേഡിംഗ് പാർട്ടിൽ ഉൾപ്പെടുത്തി. അത് നിങ്ങൾ വിൽക്കാൻ ഉദ്ദേശിച്ച് എന്ത് വാങ്ങിയോ അതിനെ എന്താ പറയാ കച്ചവടം എന്നാണ് പറയുക. പക്ഷെ ഇത് സുഹൃത്തുക്കൾക്ക് അറിയുന്നില്ല. ഈ യൂണിറ്റ്സ് വിറ്റാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടൂ. അപ്പൊ 15 വർഷം കഴിഞ്ഞ് വിൽക്കുന്നത് ഗോൾഡ് നിങ്ങൾക്ക് മേടിച്ചു നോക്കാം. 15 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ വിൽക്കുന്നുണ്ട്. അതേസമയം ഇത് നമ്മൾ നിന്നും നമ്മുടെ 10 തലമുറയ്ക്ക് നിന്നുള്ള അസറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സംഭവമാണ്. അതൊരിക്കലും വിൽക്കുന്നില്ല. ഉള്ള കാലശേഷം നമ്മുടെ നോമിനിക്കാണ് ഈ സ്റ്റോക്ക് പോകുന്നത്. മനസ്സിലായല്ലോ? ഇപ്പൊ വലിയൊരു സാമ്രാജ്യം ബിൽഡ് ചെയ്യാനാണ് നമുക്ക് സ്റ്റോക്ക്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഗോൾഡ്, കറൻസി, ക്രൂഡ്, ബിറ്റ് കോയിന്, അത് ഈ ബിറ്റ് കോയിൻ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ഇതിവിടെ പറയുമ്പോൾ പറഞ്ഞതേ ഉള്ളൂ. സ്ട്രാറ്റജികൾ എന്താണ്? ഒറ്റ സ്ട്രാറ്റജിയോ അതിന്റെ പേരാണ് സ്റ്റാൻഡേർഡ് ഇമ്പൾസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളിപ്പോ കാണുന്നത് എന്താണ്? ICICIന്റെ ഡേ ചാർട്ട് ആണ്. ഓക്കെ, ഇവിടെ 1 2 3 4 5 ഡേ ചാർട്ടിലാണ് നമ്മൾ പഠിക്കുക, ക്യാൻഡിൽസുകളും പാറ്റേൺസുകളും എല്ലാം. അതിനുശേഷം ABC. ഓക്കെ, ഇവിടെ എന്തായിരുന്നു? 1 2 3 4 5 ABC. ഇതാണ് നമ്മുടെ മെയിൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഇതിന് സ്റ്റാൻഡേർഡ് ഇമ്പൾസ് എന്നാണ് അറിയപ്പെടുക. ഇതിനകത്താണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുക. ഡേ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽസുകളും പാറ്റേൺസുകളും ഇൻഡിക്കേറ്റേഴ്സും അതിന് സബ്ജക്ട് 1 എന്നാണ് പറയുക. ടൂവിൽ വേവ്സ് തിയറിയിൽ നമ്മൾ ഇത് തന്നെയാണ് പഠിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് പ്രീമിയം പ്രൈസ് ആക്ഷൻ എന്താണ്, സബ്ജക്ട് 1 ആണ്, സബ്ജക്ട് 2 ആണ്, വേവ് തിയറി എന്ന് പറയുന്നത്. ഇത് രണ്ടും ഫണ്ടമെന്റലും ടെക്നിക്കലും. അതായത് ഇൻവെസ്റ്റ് ചെയ്യാൻ ചില ആളുകൾ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് റൂളാന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അറിയാതെ പറയുന്നതാണ്. ഒരിക്കലും അല്ല. നിങ്ങൾ 15 വർഷം കഴിഞ്ഞാൽ അത് വിറ്റേ പറ്റുള്ളൂ. മുഹമ്മദ് അൻവർ സാറിനെ പോലെ വിപ്രോ എന്ന് പറയുന്ന സാധനം അദ്ദേഹം മരണം വരെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അത് ദയവായി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോ ഫണ്ടമെന്റൽ മാത്രം പഠിച്ചാൽ ഒരിക്കലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ഉള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. കമ്പനിയുടെ സ്ട്രെങ്ത് ആയ ഫണ്ടമെന്റൽ പഠിച്ചാൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഫണ്ടമെന്റലും ടെക്നിക്കലും ഒരുമിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഓക്കെ. നമ്മുടെ ഈ ഒരുപാട് ആളുകൾക്ക് അത് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നമ്മുടെ എഡ്യൂക്കേഷന്റെ കാര്യങ്ങൾ അത് വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് അവിടെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോക്കിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ചോദിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ലിങ്ക് ജോയിൻ ചെയ്യുക. അതിനുശേഷം പേര് സ്ഥലവും പറയുക, സംസാരിക്കുക. നമ്മുടെ യൂട്യൂബ് സ്റ്റുഡൻസ് ഗ്രൂപ്പ് ഉണ്ട് പഠിക്കാൻ. ഇപ്പം നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഒബ്സർവ് ചെയ്യാനാണെങ്കിൽ പ്രീമിയം ട്രാൻസാക്ഷന്റെ വീഡിയോ വാച്ച് ലിസ്റ്റ് നമ്മുടെ യൂട്യൂബിലുണ്ട്. ഓക്കെ, വാച്ച് ലിസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വലിയ ക്യാപിറ്റൽ കൊണ്ട് 50 ലക്ഷം ഒക്കെ കൊണ്ട് ചെയ്യുന്ന ആളുകൾ നമ്മുടെ അടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പൊ പഠിച്ച ആൾ സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം ICICI ബാങ്ക് എടുത്തെന്ന് പറഞ്ഞാൽ 3-in-1 അക്കൗണ്ട് ആണ്. അത് നമ്മുടെ നമ്മളെ ഈ തീർച്ചയായും 3-in-1 അക്കൗണ്ടിന് അതിൻ്റെതായ ഗുണമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ അവിടെ ഹെവി ചാർജ് ആയിരിക്കും. അതായത് ഫുൾ സർവീസ് ബ്രോക്കർ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ചാർജ് കുറവാണ് കാനറ ബാങ്ക് എന്ന് പറയുന്നത്. HDFC മറ്റുള്ള എല്ലാം കൂടുതലായിരിക്കും. പിന്നെ അതെന്താണ്, അത് തീർച്ചയായിട്ടും ഈ കുറച്ച് എന്താ പറയാ, നമുക്ക് അതിനെക്കുറിച്ച് കോംപ്ലിക്കേഷൻ ആയിട്ട് ഡിസ്കൗണ്ട് ബ്രോക്കർ അക്കൗണ്ട് എടുക്കലും അത് ഇതൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്ന ആളുകൾ എന്ത് ചെയ്യാം, കാനറ അതായത് പോലുള്ള 3-7 സർവീസ് എടുക്കുക. മറ്റുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സിൽ ഏറ്റവും മികച്ചത് ഏതാണ്? നമ്പർ 1 സെറോദയാണ്. അതിനുശേഷം ധനും ഫയർസ് ഒക്കെ വരുന്നുണ്ട്. ഇത് തീർച്ചയായിട്ടും ധനൊക്കെ എന്ന് പറഞ്ഞാൽ ഹൈലി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. പക്ഷെ എന്താണ്, അതിനനുസരിച്ചുള്ള ചാർജും പരസ്യങ്ങൾ കൊടുക്കുന്ന ഏത് കമ്പനിയാണ് അതൊക്കെ നല്ല ചാർജ് ആയിരിക്കും. പക്ഷെ സെറോദയുടെ പരസ്യം നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല. നമുക്ക് മാക്സിമത്തിലാണ് കിട്ടുക. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് വേവ് തിയറി എന്ന് പറയുന്ന സ്ട്രാറ്റജി ലൈവ് മാർക്കറ്റിലും നമ്മൾ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്നതിൽ ട്രേഡ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ഇതാണ് നിഫ്റ്റി ഓട്ടോ എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എന്താണ്, തീർച്ചയായിട്ടും ഒരിക്കലും നമുക്ക് ഫണ്ടമെന്റൽ നോക്കിക്കൊണ്ട് ഇതിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവും? ഇപ്പൊ നിഫ്റ്റി എന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ നിഫ്റ്റി ഓട്ടോ എന്താണ് സെക്ടർ, നിഫ്റ്റി ഓട്ടോ സെക്ടർ ഇൻഡെക്സ് എന്താണ് 1 2 3ലേക്ക് പോവുകയാണ്. ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്ന് പറയുന്ന നമ്മുടെ ഓട്ടോ സ്റ്റോക്ക് എന്താണ് ഇവിടുന്ന് 1 2 3ലേക്ക് പോവാണ്. ഓക്കെ, അശോക് ലൈലൻ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഇവിടുന്ന് 1 2 3ലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞാനിവിടെ ഇതിന്റെ ബേസ് ഫോമാണ് കാണിച്ചത്. ഇതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിംഗ് ആണ്. പക്ഷെ ഇതങ്ങനെ വേവ് സൈക്കിളിലൂടെ മാത്രമേ ഉള്ളൂ. ഇത് ചെറിയ ടൈം ഫ്രെയിമുള്ള വേവ് സൈക്കിൾ ആണ് കാണുന്നത്. ഇൻട്രാഡേക്കാണ് നമ്മൾ ഉപയോഗിക്കുക. ഇത് ജസ്റ്റ് ഒന്ന് ബേസ് കാണിച്ചു തന്നാണ്. അപ്പോ അപ്പൊ ഇതൊരിക്കലും നമുക്ക് ഫണ്ടമെന്റലിലൂടെ ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. ഇത് ടെക്നിക്കലിലൂടെ മാത്രമേ ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് പ്രീമിയം ട്രാൻസാക്ഷൻ വേവ്സ് ആണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? SIP ഇൻവെസ്റ്റ്മെന്റ്, അതായത് കോടികൾ ബിൽഡ് ചെയ്യാൻ നമ്മൾ സാധാരണക്കാരനാണ്. നമുക്ക് കോടികൾ ബിൽഡ് ചെയ്യണമെങ്കിൽ എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞു യൂസഫ് അലി സാറിന്റെ അസറ്റ് ബിൽഡ് ചെയ്യണമെങ്കിലും അതുപോലെ തന്നെ കോടികൾ ഡിവിഡൻഡ് വേണമെങ്കിലും 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണക്കാരായ സുഹൃത്തുക്കൾക്ക് അത് മനസ്സിലാകുന്നില്ല. 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് കോടികൾ ഉണ്ടാക്കാറുണ്ട്. 1000 അല്ല, തീർച്ചയായിട്ടും നമ്മളുടെ വരുമാനത്തിന്റെ പെർസെന്റേജ് 5000-ൽ കുറഞ്ഞ 20%, 5000-ൽ കുറവ് താഴോട്ടുള്ള ആരുമില്ല. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ ഇതൊക്കെ പഠിച്ചുകൊണ്ട്
5000 നമ്മളെ എന്താ പറയാ മിനിമം ആണ്. 5000 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് 5 സ്റ്റോക്കിലും 10 സ്റ്റോക്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. 500 രൂപ 10 പ്രീമിയം സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. 5 സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ. അത് SIP ആയിട്ട് മാസം മാസം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക. മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇൻവെസ്റ്റ്മെന്റിനും നിങ്ങൾ ഫണ്ടമെന്റൽ ടെക്നിക്കലും പഠിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ. അത് കഴിഞ്ഞാൽ ഓണർഷിപ്പ് കഴിഞ്ഞാൽ അതാണ് സുപ്രീം. അത് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് വരുന്നത് എന്താണ്? സ്വിംഗ് ട്രേഡിംഗ് ആണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഇപ്പൊ സ്വിംഗ് ട്രേഡിംഗിൽ തന്നെ ഞാൻ പറഞ്ഞു ഈ സ്റ്റാൻഡേർഡ് ഇമ്പൾസിലൂടെയാണ് മാർക്കറ്റ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. അതിപ്പോ നമ്മൾ ഇൻട്രാഡേക്ക് കാണുന്നതാണ് 15 മിനിറ്റ് ആണ്. അപ്പൊ വേവ് സൈക്കിൾ നിങ്ങൾ കണ്ടു ടെക്നിക്കൽ പഠിക്കാതെ ഫണ്ടമെന്റലിലൂടെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. ഇത് 15 മിനിറ്റിലുള്ളതുണ്ട്, 1 മണിക്കൂറിലുണ്ട്, ഒരാഴ്ചത്തെ ഉണ്ട്, മാസത്തെ ഉണ്ട്. ഓക്കെ. മാസത്തെ എന്ന് പറഞ്ഞാൽ വർഷത്തെ തന്നെ നമുക്ക് മാസം കാണാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എത്ര ടൈം ഫ്രെയിം കൂടുന്നോ അത്രയും ടാർഗറ്റ് കൂടും. കറക്ഷൻ അതായത് സെക്കൻഡ് വേവിൽ നിന്ന് തേർഡിലേക്ക് മന്ത്ലി പോവുകയാണെങ്കിൽ ഹെവി ടാർഗറ്റ് ആയി. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനത്ത് വരുന്നതാണ് പ്രീമിയം സ്റ്റോക്കിലുള്ള എന്താണ് പറഞ്ഞത് ഈ മൾട്ടി ബാഗർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഇപ്പൊ നമ്മളിവിടെ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും 5 ലക്ഷം രൂപക്ക് സ്റ്റോക്ക് വാങ്ങിക്കൊണ്ട് 2 വർഷത്തിന് ശേഷം 1 കോടി 10 ലക്ഷം രൂപക്ക് വിറ്റ കഥയാണ് പറയുന്നത്. ഇതിൽ ടാറ്റ എലക്സിയിൽ. അതുപോലെ നിരവധി കോൾസ് ഞാൻ മറ്റേ അന്ന് കൊടുക്കായിരുന്നു, നമ്മുടെ ഓഹരി വിപണി ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങൾ ഇവിടെ കാണുന്നത്. ഇന്നൊക്കെ നമ്മൾ വലിയ മാർജിനിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും മേടിക്കില്ല. അവർ ചെറിയ ചെറിയ ടാർഗറ്റ് വെച്ചുകൊണ്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. വലിയ ടാർഗറ്റിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് പോലുള്ള ഹെവി സ്റ്റോക്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. RVNL, CDSL, BSE, കൊച്ചിൻ ഷിപ്പ്യാർഡ്. പക്ഷെ എന്താണ് പ്രശ്നം? അവർക്ക് അത് എടുക്കാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് കംപ്ലീറ്റ്ലി ഫണ്ടമെന്റലി ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ അറിയുള്ളൂ. ടെക്നിക്കൽസിന് ഐഡിയ കുറവാണ്. ഇപ്പൊ നമ്മളിവിടെ പറയാൻ പോകുന്നത് രണ്ടാം സ്ഥാനത്ത് നോട്ട്സ് എഴുതാൻ വേണ്ടിയിട്ട് ഇതൊക്കെ പറഞ്ഞു തരുന്നത് SIP ഇൻവെസ്റ്റ്മെന്റ് ഒന്നാം സ്ഥാനത്ത്. രണ്ടാം സ്ഥാനത്ത് എന്താണ് നമ്മുടെ ഈ ടൈം എടുത്തുകൊണ്ടുള്ള സ്വിംഗ് ട്രേഡിംഗ്, അതായത് 2 വർഷത്തെ സ്വിംഗ് ട്രേഡിങ്ങിനാണ് ഞാൻ ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും 2, 3, 5 വർഷത്തെ അതിന്റേതായ പ്രോഫിറ്റ് ആയിരിക്കും, ഹെവി പ്രോഫിറ്റ് ആയിരിക്കും. അതിന് മൾട്ടി ബഗർ സ്റ്റോക്കുകളാണ് നമ്മൾ കണ്ടുപിടിക്കുക എങ്ങനെയാണെന്നാണ് കാണിച്ചത്. അപ്പൊ SIP ഇൻവെസ്റ്റ്മെന്റിന്റെ തെളിവ് സഹിതം ഞങ്ങൾ കാണിച്ചു തന്നു. അത് നോട്ട്സ് ചെയ്ത് പഠിക്കുക. ഓക്കെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സ്വിംഗ് ട്രേഡിങ്ങിനെ കുറിച്ചാണ്. ഓക്കെ. ഈ സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന പർപ്പസ് ഉണ്ട്, മനസ്സിലാവുന്നുണ്ടോ? നമ്മളിപ്പോ ഇൻട്രാഡേ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ പെർസെന്റേജ് നമുക്ക് കിട്ടുള്ളൂ. ഓ, അതായത് നമ്മളിപ്പോ മറ്റുള്ള ടൈം ഫ്രെയിമിൽ അതായത് 1 അവർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പെർസെന്റേജ് കിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരിക എന്ന് പറയുന്നത് എന്താണ്? ഈ മൾട്ടി ബാഗർ ആവുന്നെന്ന് പറഞ്ഞാൽ ആക്ച്വലി മന്ത്ലി ബേസിലോ വീക്ക്ലി ബേസിലോ ഒക്കെ കറക്ഷൻ എടുക്കുന്ന സ്റ്റോക്കുകളുണ്ട്. അത് നമുക്ക് വേവ്സിലൂടെ അറിയാൻ പറ്റാം. മന്ത്ലിയിലെ തേർഡ് വേവിലേക്ക് പോകുമ്പോൾ, വീക്ക്ലിയിലുള്ള തേർഡ് വേവിലേക്ക് പോകുമ്പോൾ, ഡെയിലിയിലുള്ള തേർഡ് വേവിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ഇട്ട മന്ത്ലിയിലുള്ള വേവ്സിലേക്ക് തേർഡ് വേവിലേക്ക് പോകുമ്പോഴാണ്. അതാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നത്, നിങ്ങൾക്ക് തന്ന കോഴ്സ്. അപ്പൊ തീർച്ചയായിട്ടും ടൈം ഫ്രെയിം അനുസരിച്ചിട്ടും ആ കറക്ഷൻ അനുസരിച്ചിട്ടുമാണ് നമുക്ക് ടാർഗറ്റ് കിട്ടുക. അതൊരിക്കലും നമുക്ക് ഫണ്ടമെന്റൽസ് കൂടെ മനസ്സിലാക്കാൻ പറ്റില്ല. അതേക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഇവിടെ എന്താണ് പർപ്പസ്? നമുക്ക് വലിയ വലിയ ആവശ്യങ്ങൾക്കാണ് നമ്മൾ ലോങ് സ്വിംഗ് ചെയ്യുക. മൾട്ടി ബാഗർ സ്റ്റോക്കിൽ അതായത് ഹെവി ബ്രേക്ക് ഔട്ട് എടുത്തുകൊണ്ട് ഈ 5 ലക്ഷത്തിൽ നിന്നും 1 കോടിയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതായത് നമ്മളെ പർപ്പസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കുറിയിലും അതുപോലെ തന്നെ ചിറ്റി ഫണ്ട്സിലൊക്കെ ഇടുന്ന ആളുകൾ, ചിറ്റി ഫണ്ട്സ് തന്നെയാണ് കുറി, അതുപോലെ ബാങ്കിലൊക്കെ ഇടുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും മാർക്കറ്റിനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ടെക്നിക്കൽസ് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റ് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ഇവിടെയാണ് നിങ്ങൾക്ക് അൺലിമിറ്റഡ് പ്രോഫിറ്റ് കിട്ടുന്നത്. അതായത് 5 ലക്ഷം രൂപ എവിടത്തേക്ക് പോയത് നേരെ 2 വർഷം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 1 കോടി 10 ലക്ഷം രൂപയാണ്. ഓക്കെ. ഇതിന്റെ ചാർട്ടുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ പർപ്പസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലാൻഡ് മേടിക്കാൻ, അതുപോലെ തന്നെ വീട് വെക്കാൻ, അതുപോലെ തന്നെ മാരേജിന്, ഹയർ സ്റ്റഡീസിനൊക്കെ വലിയ വലിയ ആളുകൾ മാർക്കറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻ വേണം. ഇല്ലെങ്കിൽ നേരെ തലതിരിഞ്ഞ് നഷ്ടമാണ് സംഭവിക്കുക. 5 ലക്ഷം ആയി പോകും. അതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടുണ്ടായത്. ഇപ്പൊ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിനുള്ള പ്രീമിയം സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാനും ഇവിടെ നമ്മൾ നിങ്ങളോട് ആദ്യം പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് കാര്യം വ്യക്തവും കൃത്യമായിട്ട് തെളിവ് സഹിതം പറഞ്ഞു തന്നു. കാരണം ഈ ചെറിയ ചെറിയ ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ചർച്ച ചെയ്യുന്ന ആൾക്ക് അത് വിശ്വാസമില്ല. അതിനാണ് ആ തെളിവ് സഹിതം അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ. ഇതിപ്പം കാണിച്ചു തരുന്നത് തെളിവ് സഹിതമാണ്. തീർച്ചയായിട്ടും നമ്മൾ കൊടുത്ത കോഴ്സാണ്. ഈ നിഫ്റ്റി എന്ന് പറയുന്നത് 2019 മുതൽ ഞാൻ ആ ഓഹരി വിപണി ഗ്രൂപ്പിലുണ്ട്. 2019 മുതൽ അന്ന് ഞാൻ അതായത് നിഫ്റ്റി 17,500 നിൽക്കുമ്പോൾ 24,000 പോകുമെന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഒരുപാട് ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ല. അപ്പൊ അവര് സ്വാഭാവികമായിട്ടും ചിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവർക്ക് ഐഡിയ ഇല്ലല്ലോ വേവ്സിനെ കുറിച്ചും പ്രീമിയം പ്രൈസിനെ കുറിച്ചും. അപ്പൊ അങ്ങനെ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർക്ക് ഫണ്ടമെന്റലാണ് അവർ കൂടുതൽ പഠിക്കുന്നത്. ഓക്കെ. അപ്പൊ തീർച്ചയായിട്ടും അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് തേർഡ് വേവിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് ഹെവി ടാർഗറ്റ് ഇട്ട് 17,000 നിന്ന് 24,000 എന്ന് പറഞ്ഞാൽ നിഫ്റ്റി പോകുന്ന സമയത്ത് ആയിരക്കണക്കിന് പോയിന്റ് ആണ് പോകുന്നത് അല്ലെ. അതുപോലെ തന്നെ ടാറ്റ എലക്സി 5 ലക്ഷത്തിൽ നിന്ന് അതായത് 500 രൂപയിൽ നിന്നാണ്. ഇവിടെ ഞാൻ എമൗണ്ട് എഴുതിയിട്ടുണ്ട്. 500 രൂപ മൾട്ടിപ്പിൾ ബൈ അത് ഞാൻ കാണിച്ചു തരാം. 500 രൂപയിൽ നിന്നും 1000 ഷെയർ വാങ്ങി 5 ലക്ഷം രൂപയ്ക്ക് 2 വർഷത്തെ ടാർഗറ്റ് എത്രയാണ്? 11,000 രൂപയാണ് ടാർഗറ്റ് അടിച്ചത്. ഇപ്പൊ സിംഗ് പ്രോഫിറ്റ് 11,000 ടു 1 കോടി 10 ലക്ഷം രൂപ.
അത് ലൈവ് ചാർട്ടിലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ചാർട്ട് വലിയ ടൈം ഫ്രെയിമില് വലിയ കറക്ഷൻ കഴിഞ്ഞുണ്ടാവുന്ന ട്രെൻഡിനെയാണ് എന്താണ് എക്സ്റ്റെൻഡഡ് വേവ്, അതായത് തേർഡ് വേവിനെയാണ് എക്സ്റ്റെൻഡഡ് വേവ് എന്ന് പറയാം. മോസ്റ്റ്ലി തേർഡ് വേവ് തന്നെയാണ് നമ്മൾ വേവ്സ് പഠിക്കുന്നുണ്ട്. മൾട്ടി ബാഗർ സ്റ്റോക്ക് ആകുന്നത് മനസ്സിലായല്ലോ. അപ്പൊ വേവ് പ്രൈസ് ചാർട്ട് അനാലിസിസ് അതാണ് നമ്മൾ നോക്കുന്നത്. ലൈവ് ചാർട്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളിപ്പോ ലൈവ് ട്രേഡിലുള്ള ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒക്കെ വേവ്സ് ആണ്. അതിന്റെ ഡീറ്റെയിലിംഗ് നമുക്ക് എന്താ പറയാ വ്യക്തവും കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, ടാറ്റ എലക്സിയുടെ മന്ത്ലി ചാർട്ട്. ചെറിയ ടൈം ഫ്രെയിം അല്ല ഞാൻ പറഞ്ഞത്, മന്ത്ലി. ഇതാണ് നമ്മളെ ഈ പറഞ്ഞ ടാറ്റ എലക്സിയുടെ ട്രേഡ്. ഓക്കെ, അതൊക്കെ നമ്മൾ ഡിക്സൺ ടെക്നോളജി അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയുടെ ഞാൻ വരച്ച് കാണിച്ചു തന്നു. അപ്പൊ നിഫ്റ്റിയുടെ ഞാൻ വരച്ചത് എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് ടാറ്റ എലക്സി നോക്കാം. ഇതാണ് തേർഡ് വേവ് ഓഫ് തേർഡ് വേവ് ഓഫ് മന്ത്ലി എന്ന് പറയുന്നത്. നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇതാണ്, മനസ്സിലാവുന്നല്ലോ. ഇതാണ് ഇമ്പൾസീവ് അഥവാ എക്സ്റ്റെൻഡഡ് വേവ് എന്നാണ് പറയുക. ഓക്കെ, ഇത് വേവ് തിയറി നമ്മൾ പഠിക്കുന്നുണ്ട്. ആ വേവ്സ് ഞങ്ങൾ പറഞ്ഞ ഒരു ട്രെൻഡ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പകുതിയോളം അത് കറക്ഷൻ ആവും അല്ലെ. ഇവിടെ അതായത് 500 രൂപയിൽ നിന്ന് നേരെ പോയത് എവിടത്തേക്കാണ്, 11,000 രൂപയിലേക്കാണ്. 500 രൂപയിൽ നിന്ന് 12,000 രൂപ റൈറ്റ് സൈഡിൽ പ്രൈസ് കാണാൻ 500 നിന്ന് 14,000ത്തേക്ക് പോയി. ഇവിടുത്തെ ടൈം ഫ്രെയിം എന്ന് പറയുന്നത് 2020 മുതൽ 2022 വരെ 2 വർഷമാണ്. ഓക്കെ, അപ്പൊ ഈ 500 രൂപയിൽ നിന്ന് നിങ്ങൾ 5 ലക്ഷം രൂപക്ക് 1000 ക്വാണ്ടിറ്റി മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 11,000 ഇൻറ്റു എത്ര 1000 ക്വാണ്ടിറ്റി ആണ്. ഓക്കെ, 11,000 ഇൻറ്റു 1000 ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ പ്രൈസ് ആണ് വരിക. അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ ഇട്ടാണ്. 1,10,00,000 രൂപയാണ്. 1 സെക്കൻഡ്, അത് ആ പ്രൈസ് തന്നെയാണ് വരിക. ഞാൻ അവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് കൺഫ്യൂഷൻ ആയത്. 500 ക്വാണ്ടിറ്റി ആയി അല്ലെ, ഒന്ന് കൺഫേം ചെയ്തല്ലോ. 11,000 ഇൻറ്റു 1000, യെസ്, 1,10,00,000 രൂപയാണ് വരിക. ഓക്കെ, 11,000 ടു 1000, അതെന്തോ ടൈപ്പിംഗ് മിസ്റ്റേക്ക് പറ്റിയതാണ്. ഓക്കെ, അവിടെ 1000 ഇതിന്റെ 500 ആയിപ്പോയത്. 11,000 എമൗണ്ട് ആണ്. ഇവിടെ വ്യക്തവും കൃത്യമായിട്ട് കാണാം. ഇവിടുന്നാണ് നമ്മളെ പ്രൈസ് ഏത് തേർഡ് വേവ് വേവ് എക്സ്റ്റൻഡഡ് വേവ് സ്റ്റാർട്ട് ആവുന്നത് 500 രൂപയിൽ നിന്ന്. ഇവിടെ അടിച്ചിരിക്കുന്ന ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ്, 11,000 രൂപയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ലാസ്റ്റ് ക്യാൻഡൽസ് എന്ന് പറയുന്നത്. അവിടെ വ്യക്തമായിട്ട് അടിച്ചിട്ടുണ്ട്. അത് മന്ത്ലി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, മന്ത്ലി നമുക്ക് കാണാൻ പറ്റിയ വിക്ക് ആണ്. ഓക്കെ, ഇവിടെ വിക്ക് കൊണ്ടാണ് അടിച്ചിരിക്കുന്നത്. വീക്ക്ലിയിൽ കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, 11,834 അതിന്റെ അടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 10,834, 11,000 കൂട്ടാം. അപ്പൊ 500-ൽ നിന്നും ഈ സ്റ്റോക്ക് 11,000 പോയി. അതാണ് എക്സ്റ്റൻഡഡ് വേവ് എന്ന് പറയുന്നത്. അത് അതിന് മാത്രമാണ്, ഒരിക്കലും അല്ല. ഇപ്പൊ ഇത് 5 ലക്ഷം രൂപക്ക് നിങ്ങൾ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 1,10,00,000 രൂപ നിങ്ങൾക്ക് കിട്ടിയേനെ. അത് വിത്ത് പ്രൂഫാണ് ഈ കാണിച്ചിരുന്നത്. തീർച്ചയായിട്ടും അവിടെ എന്താണ് പ്രശ്നം, നമ്മൾ ഫണ്ടമെന്റൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നെഗറ്റീവ് ന്യൂസ് വന്നാൽ 5 ലക്ഷം 6 ലക്ഷം ആകുമ്പോൾ തന്നെ നമ്മൾ വിറ്റ് കളയും. ഒരിക്കലും നിങ്ങൾ ടെക്നിക്കൽ കോൺഫിഡൻസ് ഇല്ലാതെ നിങ്ങൾക്ക് 2 വർഷം ഹോൾഡ് ചെയ്യാനോ സ്വിങ്ങിന് ഹോൾഡ് ചെയ്യാനോ ഈ 1,10,00,000 എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും 5 നമ്മളെ ക്യാപിറ്റൽ കഴിഞ്ഞ് 1,05,00,000 രൂപ നിങ്ങളുടെ ടാർഗറ്റ് എടുക്കാനോ നിങ്ങൾക്ക് ലൈഫിൽ സാധിക്കില്ല. അതാണ് പ്രശ്നം. ഓക്കെ, അതാണ് ഫണ്ടമെന്റൽസിന്റെ പ്രശ്നം. ഇനി നമ്മളിവിടെ കാണിച്ചിരുന്ന നിഫ്റ്റിയിൽ പോയി കഴിഞ്ഞാലോ, തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ നിഫ്റ്റി. ഞാൻ വരച്ചിട്ടിരുന്ന നിഫ്റ്റി ഇവിടെയാണ്. ഓക്കെ, ഇതാണ് ഞാൻ വരച്ച നിഫ്റ്റി. അപ്പൊ ഇതിങ്ങനെ വരച്ചതുപോലെ ഇവിടെ അങ്ങ് കാണാൻ പറ്റും. ഇത് ഞാൻ എന്റെ കഴിവല്ല പറയുന്നത്, ഏതൊരാൾ നിങ്ങളോട് ടെക്നിക്കൽസിലൂടെ പറയുന്നുണ്ട്. ഇവിടെ കൺഫർമേഷൻ ചെയ്തു വരുന്നത് എന്താണ്, ഫണ്ടമെന്റൽ ചർച്ചകൾ. അതായത് ഫണ്ടമെന്റൽ കമ്പനി സ്ട്രെങ്ത് ഫണ്ടമെന്റൽ അല്ല, ഗ്രൂപ്പുകളിൽ ഫണ്ടമെന്റൽ ചർച്ചകളിലൂടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കമ്പനിക്ക് ഓർഡർ കിട്ടിയതും ഗുഡ് ന്യൂസ്, അതായത് ഫാർമോസിന്റെതും ട്രംപിന്റെയും ടാരിഫും GDP സൈക്കിളും നോക്കിക്കൊണ്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഒരിക്കലും ഒക്കെ പറ്റില്ല. അങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആളുകൾ വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ വീഡിയോ തരുന്നത്. ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നത് വീക്ക്ലി നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഓക്കെ, ഇവിടെ വരച്ചിട്ട് എന്തായിരുന്നു, ഇത് 17,000 നിന്ന് 22,000 പോകുന്നുള്ള ആദ്യത്തെ പോസ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് മാത്രം, അവിടെ എഴുതിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിവിടെ പോസ്റ്റ് ചെയ്തില്ല. അവിടെ ഈ സ്ക്രീൻഷോട്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ആ നിഫ്റ്റിയെ കുറിച്ചാണ് അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് ആ നിഫ്റ്റി. ഇവിടുന്ന് ഞാൻ വരച്ചതുപോലെ, അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതിനുശേഷം ഇവിടെ എന്താ വന്നത്, ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇതാ നമ്മുടെ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ചെയ്ത് ഇവിടുന്ന് ഏകദേശം ഇതാ 16,000, 15,000 നിന്നും എവിടത്തേക്കാ പോയത്, 24,000 എന്ന് പറഞ്ഞാൽ 26,000 പോയിട്ടുണ്ട്. 2,000 പോയിന്റ് കൂടുതൽ പോയിട്ടുണ്ട്. ടാർഗറ്റ് അല്ല പ്രശ്നം. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഇത് പറയുമ്പോൾ അവർക്ക് ചിരിക്കുന്ന എന്തുകൊണ്ട്, അവർക്ക് ഒരിക്കലും ടെക്നിക്കൽ ചാർട്ട് പ്രൈസ് ചാർട്ടിന്റെ എഡ്യൂക്കേഷൻ ഉള്ളവരുണ്ട്, ഇല്ല എല്ലാവരും ഇല്ല എന്നല്ലാതെ. വേവ്സ് തിയറി അറിയുന്ന ആളുകളുണ്ട്. വേവ്സ് തിയറിന്റെ ഇൻഫർമേഷൻ യൂട്യൂബിൽ വളരെ കുറവാണ്. ഇവിടെ മലയാളി ചാനലുകളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, വളരെ റയറായിട്ടുണ്ട്. ഒന്നാമത് അത് കോംപ്ലിക്കേഷൻ ആണ്. രണ്ടാമത് എല്ലാവർക്കും അത് പറഞ്ഞു തരാൻ പറ്റില്ല. മൂന്നാമത് പറഞ്ഞാൽ പഠിച്ചെടുക്കാനും ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് അതായത് നിങ്ങൾ പല ആളുകളും ട്രേഡിങ്ങിൽ
നഷ്ടം സംഭവിച്ച കഥകളെ നിങ്ങൾക്ക് കേരളം മുഴുവൻ സഞ്ചരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അതെന്താണ്? അത് ഫണ്ടമെന്റൽ നോക്കിക്കൊണ്ട് ട്രേഡ് ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ചാർട്ടിൽ വേവ്സിനെ കുറിച്ച് പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? വേവ് സൈക്കിളിനെ കുറിച്ച് പഠിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഇമ്പൾസ് എന്ന് പറഞ്ഞ ഒരു സൈക്കിൾ പൂർത്തിയായി. ഇത് വീക്കിലി, ഇത് ഡെയിലി ഒരു സൈക്കിളാണിത്. ഇവിടെ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? 1, 2, 3, 4, 5 ABC, ഇതൊരു സൈക്കിൾ പൂർത്തിയായി. ഇതെന്താ? അടുത്ത സൈക്കിളാണ് ഇവിടെ കാണുന്നത്. ഇത് കണ്ടോ? 1, 2, 3, 4, 5 ഇതിന്റെ സപ്പോർട്ടിന് അത് നമ്മൾ ഡേ പോയി കഴിഞ്ഞാൽ ഇത് വ്യക്തമായിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റും. ഞാൻ ഇപ്പോൾ വേവ് കൗണ്ടിങ് മുമ്പോട്ടാണ് പഠിപ്പിച്ചു തരിക. ഇത് 5ആണ്. ഓക്കെ, ഇതെന്താണ്? ഒരു സൈക്കിളാണ്, ഇത് വേറൊരു സൈക്കിളാണ്. അപ്പൊ ഈ വേവ് സൈക്കിളിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തതാണ് നമ്മുടെ പ്രശ്നം എന്ന് ദയവായിട്ട് എല്ലാ സുഹൃത്തുക്കളും മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഫണ്ടമെന്റലിന്റെ, അതായത് കമ്പനിയുടെ ഫണ്ടമെന്റൽ സ്ട്രെങ്ത് നന്നായിട്ട് അറിയുമെങ്കിലും ഒരു രൂപ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനോ ട്രേഡ് ചെയ്യാനോ പറ്റില്ല. കാരണം എന്താണ്? തീർച്ചയായിട്ടും അതിന്റെ കാര്യങ്ങൾ മുമ്പോട്ട് പറയുന്നുണ്ട്. അപ്പൊ നിഫ്റ്റി ഇവിടുന്നാണ് ബ്രേക്ക് ചെയ്തത്. ഇനി നോക്കാം, ഞാൻ ഡിക്സൺ ടെക്നോളജി കൊടുത്തിട്ടുണ്ടായിരുന്നു 3500 രൂപയിൽ നിന്നാണ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് 3500 രൂപ റേഞ്ച്. തീർച്ചയായിട്ടും ഇവിടെ ഇവിടെ വെച്ചുകൊണ്ടാണ് നമ്മൾ കൊടുത്തത്. അതെന്താണ്? ഈ അതായത് ഇത് ആക്ച്വലി മന്ത്ലി ടൈം ഫ്രെയിമിൽ വരുന്ന സമയത്ത് ഇതെന്താണ്? ഇത് സെക്കൻഡ് വേവ്, തേർഡ് വേവിലേക്ക് പോവുകയാണ്. മനസ്സിലാവുന്നത്? ഇത് ഒന്നാമത്തെ വലിയ ടൈം ഫ്രെയിമിലെ വേവ് എടുത്തു. രണ്ടാമത്തെ, അതായത് 2 കഴിഞ്ഞു, കറക്ഷൻ കഴിഞ്ഞു 3ലേക്ക് പോകുമ്പോഴാണ് ഞാൻ പറഞ്ഞത് നിഫ്റ്റി ഡിക്സൺ ടെക്നോളജി 3500 നിന്നും 15,000 വരെ പോകും, 18,000 വരെ പോയിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും MCX നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? ഒന്നാമത്തെ വേവ് കഴിഞ്ഞു, രണ്ടാമത്തെ വേവ് കഴിഞ്ഞു, മന്ത്ലിയിലെ മൂന്നാമത്തെ വേവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. BSE നിങ്ങൾക്ക് അതാ കാണാൻ പറ്റുക. കൊച്ചിൻ ഷിപ്പ് യാർഡിൽ നിന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കൊടുത്ത കോഴ്സാണ് MCX 1800 ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോ സ്പ്ലിറ്റ് ആയതാണ്. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഏകദേശം ഈ റേഞ്ചിലാണ്. മനസ്സിലാവുന്നുണ്ടോ? 337 രൂപക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇതെന്താണ് കാണുന്നത് നിങ്ങൾക്ക്? ഇത് മന്ത്ലിയിലുള്ള വേവ് 1, 2 മൂന്നാമത്തെ എക്സ്റ്റൻസ്ഡ് വേവിലാണ് നിങ്ങൾ എല്ലാവരും എന്താ പറയാ ബൂമിംഗ് എന്ന് പറയുന്നത്. അതേസമയം ടാറ്റ എലക്സി നോക്ക്, ആ ബൂമിംഗ് കഴിഞ്ഞാൽ സാവധാനം തിരിച്ച് കറക്ഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ വ്യക്തവും കൃത്യമായിട്ട് എക്സിറ്റ് ആവാൻ അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആ 1,10,00,000 രൂപ ഉണ്ടാക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ എത്രയൊക്കെ വന്നു? അത് 10,000, 11,000 നിന്നും നേരെ തിരിച്ച് 4,000 റേഞ്ചിലേക്ക് വന്നു അല്ലെ? 11,000 നിന്ന് ഇവിടുന്ന് ടാർഗറ്റിൽ നിന്ന് തിരിച്ച് എന്താക്കി? സിഗ്സാഗ് പാറ്റേൺ എടുത്തുകൊണ്ട് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പാറ്റേൺസിനെ കുറിച്ച് നമ്മൾ മുമ്പോട്ട് പിടിക്കുന്നുണ്ട്. അപ്പൊ സപ്പോസ് നിങ്ങൾ ടെക്നിക്കൽ അല്ല ഫണ്ടമെന്റലിലൂടെ നോക്കുന്ന ഒരാളാണെങ്കിൽ ഈ ടാർഗറ്റ് ഇവിടെ എത്ര വരെ ടാർഗറ്റ് പോകുന്നു, ആ ടാർഗറ്റിൽ എക്സിറ്റ് ആവണമെന്നും ഇല്ലെങ്കിൽ തിരിച്ച് 4,000ത്തിലേക്ക് വരുന്നു നിങ്ങൾക്ക് അറിയില്ല. ഇത് തന്നെയാണ് കൊച്ചിൻ ഷിപ്പ് യാർഡ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. കൊച്ചിൻ ഷിപ്പ് യാർഡ് ഞാൻ പല ആളുകളും അവിടെ കോഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭൂമാകുമ്പോൾ എല്ലാവരും മാസ്റ്റേഴ്സ് ആണ്, പക്ഷെ അറിയുന്ന ആളുകളുണ്ട്. ഇവിടെ ബ്രേക്ക് ഔട്ടിന് ശേഷം ഞാൻ കൊടുത്ത കോഴ്സ് ഞാൻ ഇവിടെ എക്സിറ്റ് ആവാൻ പറഞ്ഞപ്പോ അവിടെ ടെക്നിക്കൽ, അവിടെ നിങ്ങളോട് പറഞ്ഞാൽ അവിടെ അല്ല ഞാൻ കണ്ടെടുത്തതാണ് പറയുന്നത്. തീർച്ചയായിട്ടും ടെക്നിക്കൽ എക്സ്പേർട്ട് ഉണ്ട്, ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്, അറിയുന്ന ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ കണ്ട കമ്മ്യൂണിറ്റി മുഴുവൻ, ഇവിടെ ട്രേഡ് ചെയ്യാൻ വരുന്ന കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ മുഴുവൻ അവർ പറയുന്നത് വെച്ചാൽ യൂട്യൂബിൽ 2020 പഠിച്ച, അതായത് ഇൻഫർമേഷൻ അത് ഹൈവി വാലിഡ് ഇൻഫർമേഷൻ ആണ്. പക്ഷെ അതെല്ലാം ഇൻഫർമേഷൻ ആണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അത് പഠിച്ച് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ട്രേഡ് കിട്ടില്ല. അതിന് നിങ്ങൾ പ്രീമിയം അക്കാഡമിക് എഡ്യൂക്കേഷൻ എവിടെ നിന്നാലും പഠിക്കണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക്, അതായത് ഇത്രയും വർഷമായിട്ട് ലോസ് ഉള്ള ആളുകൾ പ്രോഫിലോട്ട് വരണമെങ്കിൽ അത് ചെയ്തേ പറ്റൂ. അതുപോലെ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളും പഠിക്കണം. ഇപ്പൊ ഇവിടെ ഈ ബൂമിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് ഇമ്പൾസ്, സെക്കൻഡ് ഇമ്പൾസ്, തേർഡിലോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് കൊച്ചിൻ ഷിപ്പ് യാർഡ് ഇവിടുന്ന് 300-ൽ നിന്ന് എത്രയാകുമ്പോഴത്തേക്ക് 3,000 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അത് കൂടുതൽ പോയിട്ടുണ്ട്. അതിനിടയ്ക്ക് എന്തോ സ്പ്ലിറ്റോ ബോണസോ വന്നിട്ടുണ്ട്. ഞാനന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് 300-ൽ നിന്നാണ്. അത് 800-ൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 900-ൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 3,000 ചില്ലാണം പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാൻ എക്സിറ്റ് ചെയ്യാനും പറഞ്ഞു. പക്ഷെ അവരവിടെ എന്തോ ഒരു ലൈൻ തൊട്ടില്ല, ഫണ്ടമെന്റൽ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ ഫണ്ടമെന്റലിസ്റ്റ് ആണല്ലോ, അവർ സ്വാഭാവികമായിട്ട് അവരെ ഹോൾഡ് ചെയ്ത് വെച്ചു. പിന്നെ അതിനുശേഷം എന്താ സംഭവിച്ചത്? തീർച്ചയായിട്ടും ഇത് ബോണസ് കൂട്ടണ്ട, ഇത് പ്രൈസേ മാറുള്ളൂ. ഇവിടെ പ്രൈസ് എന്ത് ചെയ്യുന്നു? കറക്റ്റ് ചെയ്യുന്നു. കറക്റ്റ് ചെയ്തിട്ട് എന്ത് വന്നു? 1,225-ലേക്ക് തിരിച്ചു വന്നു അല്ലെ? അപ്പൊ ഇതാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ടെക്നിക്കൽ അറിയില്ലെങ്കിൽ ഒരിക്കലും ടാർഗറ്റ് എക്സിറ്റ് ആവും. ഇത് എവിടുത്തെ വരെ പോകും, എപ്പോ ഇറങ്ങുന്നുള്ള നമുക്ക് അറിയാൻ പറ്റില്ല. മനസ്സിലായല്ലോ? അതുപോലെ തന്നെ ഹാൾ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ സ്ക്രീൻഷോട്ടിൽ തന്നെ കാണാം. ഇവിടെ നിന്നാണ് ആളിന്റെ എന്ത് ചെയ്യുന്നത്? ഈ ഞാൻ പറഞ്ഞു IPO കഴിഞ്ഞ ഏതൊരു സ്റ്റോക്ക്, ഇത് ആള് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്റ്റോക്കാണ്. പക്ഷേ സ്മാർട്ട് മണി ഇവിടെ എന്താ കാണിച്ചത്? സെല്ലിംഗ് ആണ് ചെയ്തത്. അതാണ് ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. IPO എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫോട്ടോ കിട്ടുമായിരിക്കും. അത് നമുക്ക് മുന്നോട്ട് പറയാം. ഇവിടെ ആളിന്റെ ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ മാത്രമേ ഇത് പ്രീമിയം സ്റ്റാർട്ട് ആണെന്ന് മനസ്സിലാക്കുള്ളൂ. ഓക്കെ, ഒരിക്കലും നിങ്ങൾ ഇവിടെ എടുക്കരുത്. ഇത് ഈവൻ ബുള്ളിഷ് ക്യാൻഡിൽ പഠിച്ച ആളാണ്, വേവ്സ് പഠിച്ച ആളാണ്. ഇത് ഡേ ടൈം ഫ്രെയിമിലുള്ള വേവ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ ഇവിടെ മന്ത്ലി വേവ്സിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതാണ് എക്സ്റ്റൻഡഡ് വേവ്. മനസ്സിലാവുന്നത്? ഇവിടെ നിങ്ങൾക്ക് 600 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരിക എത്രയാ? ഇവിടെ വരുന്നത് 5,740 രൂപയാണ്. ഓക്കെ, അത് തീർച്ചയായിട്ടും. അതുപോലെ തന്നെ എന്താണ് RVNL, എന്താണ് ഈ കാണുന്നത്? സെക്കൻഡ് കഴിഞ്ഞു, തേർഡ് വേവ് എക്സ്റ്റൻഡഡ് വേവ് ആണ്. ഇത് തന്നെ നിങ്ങൾക്ക് IRFC കാണുക. അപ്പൊ തീർച്ചയായിട്ടും വേവ് തിയറി അടിസ്ഥാനത്തിന്റെ മുകളിൽ മാത്രമേ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. RVNL ഫണ്ടമെന്റലി ഇവിടെ നിങ്ങൾക്ക് നെഗറ്റീവ്, ഇത് ബ്രേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് നെഗറ്റീവ് റിസൾട്ട് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ ബാഡ് ന്യൂസ് വന്നിട്ടുണ്ടാവും. ആ സമയത്തൊക്കെ നമ്മൾ വിറ്റുകളയും. നമുക്ക് ഒരിക്കലും ഈ ടാറ്റ എലക്സിയുടെ കഥ പറഞ്ഞതുപോലെ ഇവിടെ നിങ്ങൾക്ക് 500 രൂപക്ക് മേടിച്ചിട്ട്, അതായത് 5 ലക്ഷത്തിന് മേടിച്ചിട്ട്
5 ലക്ഷത്തിന് ഇത് മേടിച്ചു. ഇത് ലൈവ് പ്രൂഫാണ് കാണിച്ചത്. നിങ്ങൾ അവിടെ കൊടുത്തിട്ട് മാറ്റിപ്പോ ഞാൻ കാൽക്കുലേറ്ററിൽ ഞാൻ ഇവിടെ എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ വോയിസ് കട്ടാവും. ഇവിടെ നിങ്ങൾ 500-ന് 5 ലക്ഷം രൂപക്ക് 1000 ക്വാണ്ടിറ്റി മേടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ 11,000 ഇൻറ്റു 11,000 ടാർഗറ്റിൽ നിങ്ങൾ ഇൻറ്റു 1000 അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന എത്രയാണ് പ്രിയപ്പെട്ട സുഹൃത്തെ? 1,10,00,000 രൂപയാണ്. ഇതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് എനിക്കറിവില്ലാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയില്ല. ഓക്കെ. അപ്പൊ എന്റെ അടുത്ത് വന്നിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ആർഗ്യുമെന്റ് ചെയ്യുന്നുണ്ട്. 1000 രൂപ 5000 രൂപ വെച്ചിട്ട് ഞാൻ എപ്പോഴാണ് കോടീശ്വരനാവുക, ആർക്കാണ് ഇത് കിട്ടിയത്? അത് വെറും വിപ്രോ. 1500 സ്റ്റോക്കുകൾ അതുപോലെ കമ്പൗണ്ട് ആയി കിടക്കുന്ന സ്റ്റോക്കുകൾ എന്റെ അടുത്തുണ്ട് സുഹൃത്തെ. ഐസർ മോട്ടോഴ്സ്, ITC, നിരവധി മേഖലകളിലുള്ള നിരവധി സ്റ്റോക്കുകൾ എനിക്കറിയാം പേഴ്സണലായിട്ട്. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചെയ്യാത്ത, നമ്മൾ ആക്ച്വലി ട്രേഡിംഗ് കമ്മ്യൂണിറ്റിയാണ്, ടെക്നിക്കലാണ് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അതാണ് നിങ്ങൾക്ക് അറിയാത്തത്. ഫണ്ടമെന്റൽ എല്ലാവർക്കും അത്യാവശ്യം അറിയാം. പക്ഷെ അത് പഠിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്താ പറയാ, ആ ബേസിക്, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരറിവും എന്താണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് തരികയില്ല. അതായത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒരിക്കലും നിങ്ങൾക്ക് കണ്ടന്റുകൾ കിട്ടില്ല. കാരണം അത് NSE കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വ്യക്തവും കൃത്യമായ മെന്റർ കണ്ടെത്തുക. NSE അക്കാഡമിയിൽ നിന്ന് ഓൺലൈനായിട്ട് പഠിച്ചു എന്ന് മാത്രം ചെയ്യുക. അത് ഇൻവെസ്റ്റ്മെന്റ് ആയിക്കോട്ടെ, ട്രേഡിംഗ് ആയിക്കോട്ടെ. നിങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടാത്തത് എന്നാണ് പറഞ്ഞു വരുന്നത്. പഠിച്ച ആളുകൾക്ക് വ്യക്തവും കൃത്യമായിട്ട് എല്ലാം. ഞാൻ സാധാരണക്കാരനാണ്. ഞാൻ എന്താ പറയാ, ഗൾഫിൽ പല മേഖലകളിൽ ജോലി ചെയ്ത ഒരാളാണ്. അപ്പൊ മാർക്കറ്റിൽ മ്യൂച്വൽ ഫണ്ട് എടുത്തു. മ്യൂച്വൽ ഫണ്ട് എടുത്തതിന് ശേഷം അവിടെ നിന്ന് ആ ഭീകരമായ പേടിപ്പെടുത്തലും ആ കടിച്ചാപ്പൊട്ടാത്ത ഫണ്ടമെന്റൽസ് ആണ് എന്നെ കൊണ്ട് മാർക്കറ്റിൽ എത്തിച്ചത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അത് നമ്മുടെ സുഹൃത്തുക്കൾ ഒരുപാട് ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ സിന്ധി സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ പഠിച്ച സ്ഥലവും കാര്യങ്ങളും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല്, അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് അറിയാത്തത് കൊണ്ടാണ് ഈ മാർക്കറ്റ് ശരിയല്ല, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിലൂടെ ഇത്ര കിട്ടില്ല എന്നൊക്കെ ചില സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. ഓപ്ഷൻസിലൂടെ കിട്ടില്ല, ഓപ്ഷനും പിന്നെയൊക്കെ ചെയ്തുകൊണ്ട് അവർക്കാണ് തോന്നുന്നത്. ഇതാണ് റേഞ്ച്, പ്രീമിയം മാർക്കറ്റ്. ആ റേഞ്ചിൽ ചിന്തിക്കുക, ആ റേഞ്ചിൽ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാം കണ്ണു തുറന്ന് കാണാൻ പറ്റും പ്രിയപ്പെട്ട സഹോദര. ഇവിടെ ഈ മൾട്ടിപ്പിൾ നിങ്ങൾ ആരെങ്കിലും ചെയ്തിരുന്നില്ല. ഇനിയിപ്പോ നിങ്ങൾ ടാറ്റ ഗാലക്സിയിൽ ട്രേഡ് എടുത്ത് 500, അതായത് 1000 ക്വാണ്ടിറ്റി നിങ്ങൾ 500 രൂപ ഇവിടെ മേടിച്ചു എന്ന് തന്നെ വെച്ചോ. നിങ്ങൾക്ക് ഇവിടെ ഒരിക്കലും ഞാൻ എഴുതി തരാം, നിങ്ങൾ ഫണ്ടമെന്റൽ നോക്കി ട്രേഡ് ചെയ്യുന്ന ആളാണെങ്കിൽ ഒരിക്കലും 1,10,00,000 രൂപ വരെ റെയ്ഡ് ചെയ്ത് പോകാൻ പറ്റില്ല. കാരണം എന്താ, ഇവിടെ ടെക്നിക്കലിൽ വ്യക്തവും കൃത്യമായ ടാർഗറ്റ് ഉണ്ട്, വേവ്സിൽ വ്യക്തവും കൃത്യമായ ടാർഗറ്റ് ഉണ്ട്. പ്രശ്നം നിങ്ങളുടെ ഫണ്ടമെന്റൽസ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യും. അന്നേരമായിരിക്കും നിങ്ങൾക്ക് ടാറ്റ ഗാലക്സി മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത് ഞാൻ പറഞ്ഞല്ല, അലീസ്റ്റോ പറഞ്ഞാണ്, മുകളിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ബാഡ് ന്യൂസ് കൊണ്ട് ഏറും കളിയും വരിക. അപ്പൊ നിങ്ങൾക്ക് മാനസികമായിട്ട് ഭയം തോന്നും. നിങ്ങളുടെ കിട്ടിയ ക്യാപിറ്റൽ പോകും. അതാണ് നമ്മുടെ നാച്ചുറൽ പാട്ട്. അയ്യോ ഇത് പോകുമോ, ഇവിടെ നിങ്ങൾ ഇത് പോകുമോ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും, നിങ്ങൾ ഒരിക്കലും 1,10,00,000 രൂപ ഉണ്ടാക്കില്ല. നിങ്ങൾ അതിന്റെ മുന്നേ വിറ്റുകളെ. അത് നമ്മുടെ സൈക്കോളജിക്കൽ പാർട്ടാണ്. അത് നിങ്ങൾക്ക് പഠിച്ച് ബോധ്യപ്പെട്ടാൽ, ചാർട്ടുകളിൽ കണ്ടാൽ, ആ ടൂൾസുകൾ അപ്ലൈ ചെയ്ത് അത് ഇത്ര വരെ പോകുന്നു കണ്ടു കഴിഞ്ഞാൽ, ആ ടൂൾസിനെ കുറിച്ചും വേവ്സിന്റെ എക്സ്റ്റൻഡിനെ കുറിച്ചും ആ വ്യക്തവും കൃത്യമായിട്ടില്ല. അത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രശ്നം നിങ്ങൾക്ക് ഫണ്ടമെന്റൽസ് അറിയായിട്ടില്ല, നിങ്ങൾക്ക് ടെക്നിക്കൽ അറിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ലോസ് വരുന്നതാണ് പറഞ്ഞു വരുന്നത്. തീർച്ചയായിട്ടും ടെക്നിക്കൽ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിലും ട്രേഡിംഗിന് ഉപയോഗപ്പെടും. ട്രേഡിംഗ് പ്രത്യേകിച്ച് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. പെട്ടെന്ന് പൈസ വേണം. ഇവിടെ എന്താണ് സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസ് ഞാൻ ഇവിടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു 456 രൂപ. ഇത് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ് ഈ എമൗണ്ട്. തീർച്ചയായും ഇതിൽ കൂടുതലായിരുന്നു. ദയവായിട്ട് മനസ്സിലാക്കുക. ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് യാത്ര 1,800 രൂപ കൊടുത്താണ്. ഇത് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടാണ്. നിങ്ങൾക്ക് എന്താ ഇവിടെ കാണാൻ പറ്റുന്നത്? ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഓഹരി വിപണിയിൽ ഇവിടെ ഏകദേശം ഒരു 1,900 രൂപ ഇവിടുന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് പോയത് എത്ര? 6,600 രൂപ കണ്ട് പോയി. അവിടുന്ന് സ്പ്ലിറ്റ് ആയി. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ എത്രയാണ്, 500 രൂപയിൽ നിന്നും 1,900 രൂപയിൽ നിന്നും അങ്ങനെ കൊടുത്തത്. എനിക്കൊരു ഓർമ്മയില്ല. പണ്ട് അതായത് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. അപ്പൊ ഈ സംഗതികളൊക്കെ എനിക്കിവിടെ കാണാൻ പറ്റുന്നത് ഞാൻ ഇത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ആ കൊടുക്കുന്ന കോഴ്സുകൾ അവർക്ക് എടുക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? ഇവിടെ നിങ്ങൾക്ക് കാണാം, ഈ കൊടുത്ത കോൾസ് എടുക്കാൻ പറ്റുന്നില്ല. നിഫ്റ്റി 24,000 പോകുന്നു പറയുമ്പോൾ അവർ ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് അവർക്ക്, അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫണ്ടമെന്റൽസുകൾ നമ്മളോട്ട് വന്നിട്ട് പറയുന്ന എന്റെ പൊന്നു സഹോദരങ്ങൾ, എന്തിനാ ആൾക്കാരെ വിട്ടിയാക്കുന്നത്, നിങ്ങൾക്കൊരു തേങ്ങ അറിയില്ല, 1000 രൂപക്ക് എങ്ങനെയാ കോടികൾ കിട്ടുക എന്നൊക്കെ ചോദിക്കുന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പൊ അവരെ ഞാൻ ഒരിക്കലും കുറ്റം പറയാനില്ല, കാരണം അവർക്ക് അറിയാൻ പാടില്ലായിട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് വിത്ത് പ്രൂഫ് കാണിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് സ്വിംഗ് ട്രേഡിംഗ് ആണ് സുപ്രീം എന്നും, 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു ജീവിതത്തിൽ 1 കോടി കാണാത്ത ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ 5 ലക്ഷം ചിലപ്പോൾ നിങ്ങളുടെ ക്യാപിറ്റൽ ഉള്ള ആളുകളുണ്ട്. പക്ഷെ ഒരിക്കലും അവർക്ക് 5 ലക്ഷമല്ല, ഇവിടെ നിങ്ങളടുത്ത് 10 കോടി വെച്ച് ട്രേഡ് ചെയ്യുന്ന മലയാളികൾ എനിക്കറിയാം. പക്ഷെ എന്താണ്, അവർക്ക് ഒരിക്കലും ഈ ടാർഗറ്റിലോട്ട് എത്തിപ്പെടാൻ പറ്റുന്നില്ല മാനസികമായിട്ട്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് എന്താ, അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫണ്ടമെന്റൽസിലോട്ടാണ്. എന്റെ സഹോദര, നിങ്ങളെ മാർക്കറ്റിൽ നിന്ന് കൊന്നുകളയുന്ന ഒരു സാധനമാണ് ട്രേഡിംഗിലായിക്കോട്ടെ ഇൻവെസ്റ്റ്മെന്റിലായിക്കോട്ടെ ഈ ഫണ്ടമെന്റൽ എന്ന് പറയുന്നത്. ഇത് ഫണ്ടമെന്റൽ ന്യൂസുകൾ, കമ്പനിയുടെ സ്ട്രെങ്ത് എല്ലാം നോക്കുന്നത് ഫണ്ടമെന്റൽ ന്യൂസ്, റിസൾട്ട്. ഓക്കെ. അപ്പോ ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കാം. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഇന്നലെ ഞാൻ ചാർട്ട് അതിന്റെ നടുവിൽ കാണിച്ചു തരാൻ വിട്ടുപോയി. അതാണ് ഏറ്റവും വലിയ ഞാൻ അത് ഇതാക്കി. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല്, ഇന്നലെ ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ലെങ്തിയും അതുപോലെ തന്നെ ചാർട്ട് നടുവ് കാണിച്ചിട്ടുണ്ടായില്ല. ഞാൻ പിന്നീട് വീഡിയോ കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത്. മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്,
നിങ്ങൾ മനസ്സിലാക്കുക, എക്സ്റ്റൻഡഡ് വേവ് നിങ്ങൾ കണ്ടു അല്ലെ. ഇൻട്രാഡേയിൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? പ്രീമിയം, അതായത് നമ്മളെ വേവ് സ്റ്റാൻഡേർഡ് ഇമ്പൾസ് ആണ് നമ്മുടെ സ്ട്രാറ്റജി. ആ സ്റ്റാൻഡേർഡ് ഇമ്പൾസിലൂടെയാണ് ഇപ്പോൾ ഓട്ടോ ഇൻഡെക്സ്, സെക്ടർ ഇൻഡെക്സും അതുപോലെ തന്നെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയും അശോക് ലൈലൻഡും എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിഫ്റ്റി പോയാൽ അത് കാണാൻ പറ്റുക, ഫിൻ നിഫ്റ്റി പോയാൽ അത് കാണാൻ പറ്റുക. നമ്മൾ മാർക്കറ്റിൽ നമ്മൾ സ്റ്റോക്ക്, അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യാറുണ്ട്. അതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സ്റ്റോക്കുകളിൽ റിട്ടേൺസ് കിട്ടുക. ഒരിക്കലും നിങ്ങൾക്ക് എന്താ പറയാ, അതായത് ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യമല്ല പറയുന്നത്, ട്രേഡിങ്ങിന്റെ രണ്ടാമത്തെ പോർട്ട്ഫോളിയോ കാര്യമാണ് പറയുന്നത്. രണ്ടാമത്തെ പോർട്ട്ഫോളിയോ ട്രേഡിംഗിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരിക സ്വിംഗ് ട്രേഡിംഗ് ആണ്. അത് ഈ പറഞ്ഞ പോലെ തന്നെ മാസത്തിൽ തേർഡ് വേവിലേക്കോട്ട് പോകുന്ന സ്വിംഗ് ട്രേഡിംഗ് ആണ്. അപ്പൊ അത് ടെക്നിക്കൽ ഭാഷയിൽ വേറെ പേരാണ്, വേവ്സിന്റെ ഭാഷയിൽ വേറെ പേരാണ്. മനസ്സിലാവുന്നത്? വേവ്സിന്റെ ഭാഷയിൽ ഇമ്പൾസീവ് വേവ് എന്നാണ് പറയുക, ടെക്നിക്കൽ ഭാഷയിൽ ബ്രേക്ക് ഔട്ട് എന്നാണ് പറയുക. തീർച്ചയായിട്ടും നിങ്ങൾ എത്ര എഡ്യൂക്കേഷൻ പഠിക്കുന്നത്, ഞങ്ങൾ പറയില്ല, നിങ്ങൾ മാർക്കറ്റിന് കൊടുക്കുന്ന വാല്യുവേഷൻ ആണ് നമ്മുടെ റിട്ടേൺസ്. അപ്പൊ നമ്മൾ ഏത് രീതിയിൽ കാണുന്ന ആളുകളുണ്ട്, ഈ 2000 ഓപ്ഷൻസും അറിയാതെ ഫണ്ടമെന്റൽ നോക്കിക്കൊണ്ട് സ്റ്റോക്കുകൾ, പെന്നി സ്റ്റോക്കുകളും ട്രേഡ് ചെയ്തുകൊണ്ട് പൈസ നഷ്ടപ്പെട്ട ആളുകളാണ്. ഓക്കെ, അതൊന്നല്ല മാർക്കറ്റ്. ഞാൻ നിങ്ങളോട് പ്രീമിയം അറിവ് വരെ, പ്രീമിയം എഡ്യൂക്കേഷൻ വരെയാണ്, പ്രീമിയം സ്റ്റോക്കുകൾ വരെയാണ്, ആ രീതിയിലുള്ള റേഞ്ച് പഠിച്ചു കഴിഞ്ഞാൽ സഹോദര 100% ഇത് വിജയിക്കാൻ പറ്റും. ഓക്കെ, മാർക്കറ്റിൽ നിന്നും 100% പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പ്രവൃത്തിയാണ് പ്രീമിയം സ്റ്റോക്ക് സ്വിംഗ് ട്രേഡിംഗ്. ഓക്കെ, അത് 5 ദിവസത്തേക്ക് ചെയ്യാം, 10 വർഷത്തേക്ക് ചെയ്യാം. നമ്മുടെ ടാർഗറ്റ് അനുസരിച്ചിട്ടാണ്, ടൈം ഫ്രെയിമും നമ്മൾ പഠിക്കുന്ന എഡ്യൂക്കേഷൻ അനുസരിച്ചിട്ടാണ് നമുക്ക് റിട്ടേൺസ് കിട്ടുക. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, 15ന്റെ 5 മിനിറ്റിലത്തെ 1 മിനിറ്റിന്റെ വേവ് ഉണ്ട്, സ്കാൽപ്പിങ്ങിനാണ് ഉപയോഗിക്കുക. ഇത് എക്സ്റ്റൻഡ് തേർഡ് വേവ് ഉണ്ട് 1 മിനിറ്റിന്റെ. 5 മിനിറ്റിന്റെ തേർഡ് വേവ് ഉണ്ട്, 15 മിനിറ്റിന്റെ തേർഡ് വേവ് ഉണ്ട്. ഇതൊക്കെ ഇൻട്രാഡേയിൽ വരുന്ന 1 മണിക്കൂറിന്റെ തേർഡ് വേവ് എന്ന് പറഞ്ഞാൽ സ്വിംഗ് ട്രേഡിംഗിൽ വരുന്നതാണ്. 1 മണിക്കൂറിന്റെ അത് ഡേന്റെ അകത്ത് തന്നെ നോക്കുക. പക്ഷെ ഡേന്റെ തേർഡ് വേവ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് സ്വിംഗ് ട്രേഡിംഗ് ആണ്. അതിൽ ടാർഗറ്റ് കുറവായിരിക്കും, 1 അവറിന്റെ കുറവായിരിക്കും, തേർഡിന്റെ അതിലും കൂടുതലായിരിക്കും, വീക്കിലിയിൽ അതിലും കൂടുതലായിരിക്കും, മന്ത്ലി അതിലും കൂടുതലായിരിക്കും, ഇയർലി എന്ന് പറഞ്ഞാൽ ഹെവി റിട്ടേൺസ് ആണ്. മനസ്സിലാകുന്നുണ്ടോ? അങ്ങനെ വെറുതെ ട്രാൻസ്ഫർ പ്ലസ് കയറ്റി വെച്ച് കൊടുത്താൽ മതി. അത് എന്താ പറയാ, ഓട്ടോമാറ്റിക് ആയിട്ട് വെക്കാൻ പറ്റുന്ന ബ്രോക്കർ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതാണ് ഞങ്ങളോട് പറഞ്ഞത്. വലിയ ടാർഗറ്റുകളുണ്ട്. ഇപ്പൊ 1 കോടിയുടെ ടാർഗറ്റ്, 5 ലക്ഷം രൂപ 1 കോടിയുടെ ടാർഗറ്റ് ആയിരിക്കും. അതുപോലെ അങ്ങനെ വലിയ വീട് വാങ്ങാൻ, സ്ഥലം വെക്കുക, അതിനാണ് നമ്മൾ സ്വിംഗ് ട്രേഡ് ചെയ്യുന്നത്. അത് ഏറ്റവും കൂടുതൽ റിട്ടേൺസ് ബിറ്റ് കോയിനിലോ കറൻസിയിലോ കമ്മോഡിറ്റിയിലോ അല്ല. ഏറ്റവും കൂടുതൽ ട്രേഡിംഗിൽ റിട്ടേൺസ് കിട്ടുന്നത് സ്റ്റോക്കുകളിലാണ്. അതും പ്രീമിയം സേഫ്റ്റി വിത്ത് റിട്ടേൺസ് ചെയ്യുന്നതാണ് പ്രീമിയം സ്റ്റോക്കുകളാണ്. മനസ്സിലാവും? പ്രീമിയം സ്റ്റോക്കുകൾ എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റലി സ്ട്രോങ് ആയ പ്രീമിയം സ്റ്റോക്കുകളാണ്. മനസ്സിലാവുന്നല്ലോ? ഓക്കെ, ഇവിടെ നമ്മൾ അതിന്റെ കാരണങ്ങളാണ് പറയാൻ പോകുന്നത്. നമ്മളെ ക്യാപിറ്റൽ 50,000 മുതൽ, തീർച്ചയായും 50,000 മുതൽ എന്ന് പറഞ്ഞാൽ അത് പഠിക്കാതെ യൂട്യൂബിലൂടെ പഠിച്ചുകൊണ്ട് ആ ഓഹരി വിപണി ഗ്രൂപ്പിൽ നിന്ന് സജഷൻ മേടിച്ചിട്ടും പിന്നെ അതുപോലെ തന്നെ യൂട്യൂബ് സജഷൻ മേടിച്ചും ചെയ്യുന്ന സുഹൃത്തുക്കളാണ് 50. ഇവിടെ നിങ്ങൾ ആദ്യം എന്ന് പറയുന്നത് തീർച്ചയായും പഠിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ കുറച്ചിട്ടാൽ മതി. 50,000 വേണ്ട, നിങ്ങൾ ആദ്യം 5,000 കൊണ്ട് തുടങ്ങണം, 5 ക്വാണ്ടിറ്റി എടുക്കണം. ഇത് പഠിച്ച പ്രാക്ടീസ് ചെയ്യാൻ ഒരിക്കലും ചെയ്യണ്ട. അപ്പൊ നമ്മുടെ ആളുകൾ എന്താ, യൂട്യൂബിലൂടെ പഠിച്ചുകൊണ്ട് ആ ഇൻഫർമേഷൻ ആണ് പ്രോപ്പർ ഇൻഫർമേഷൻ എന്ന് കരുതിക്കൊണ്ട് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഫണ്ടമെന്റൽ വെച്ചുകൊണ്ടാണ് ഒരു ചാർട്ടർ ട്രേഡിനെ തെറ്റിദ്ധരിച്ചുകൊണ്ടിട്ട് 1 ലക്ഷം, 10 ലക്ഷം, 5 ലക്ഷം, 1 കോടി, 10 കോടി, 100 കോടിയൊക്കെ വരുന്ന ആളുകളുണ്ട്. ക്യാപിറ്റലുള്ള നിരവധി സുഹൃത്തുക്കളും സ്റ്റോക്ക് ഫ്യൂച്ചർ ഓപ്ഷൻ ട്രേഡിംഗിൽ പരാജയപ്പെടും. തീർച്ചയായിട്ടും നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ പോയി നോക്കി, ഞാൻ വെറുതെ പറയാണ്, ഒരിക്കലും ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഞാൻ അത്യാവശ്യം ഉണ്ട്. ഞാൻ ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അതൊക്കെ ഇതിന്റെ ഇൻഫർമേഷൻ പറഞ്ഞു തരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അറിയാതെ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം, അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ സമയമില്ലാതെ പഠിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടാവാം. ഞാൻ പറഞ്ഞു വരുന്നത്, അതെന്തുകൊണ്ടാണ് തീർച്ചയായും ഒരേ ഒരു കാരണം, ജീവിതത്തിൽ വിജയിക്കാൻ ദൈവവിശ്വാസം വേണം എന്നതുപോലെ നമുക്കറിയാത്തൊരു കാര്യമാണ് അതായത് ഇത് ജീവിതത്തിൽ വിജയിക്കാൻ ദൈവവിശ്വാസം വേണം നമുക്കറിയുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗിൽ വിജയിക്കാൻ GDP സൈക്കിൾ, അതുപോലെ തന്നെ RBI ന്യൂസ്, ഇന്റർനാഷണൽ ഡൊമസ്റ്റിക് ഫണ്ടമെന്റൽ ന്യൂസുകളും, അതിന് ഫണ്ടമെന്റൽ ന്യൂസ് എന്നാണ് പറയുക, ഓക്കെ, കമ്പനികളുടെ ഗുഡ് ബാഡ് റിസൾട്ടുകളും ലൈവായി ഒരേ സമയം ചാർട്ടിൽ കാണിച്ചു തരുന്ന ലളിതമായ സ്മാർട്ട് മണിയുടെ പ്രൈസ് ചാർട്ട് ടെക്നിക്കൽ അനാലിസിസിൽ വിശ്വസിക്കണമെന്നതാണ്. അത് മാർക്കറ്റിന്റെ ഒരു കോട്ടാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ബോസ് പറഞ്ഞാണ്. ഞാനും ഈ പറഞ്ഞ പോലെ നിങ്ങളെ അതായത് റിയാലിറ്റിയിൽ നടക്കുന്ന എല്ലാ ഫണ്ടമെന്റൽസ് ആണല്ലോ, സ്വഭാവമായിട്ട് ഫണ്ടമെന്റൽസ് ആണല്ലോ. കമ്പനിയുടെ നെഗറ്റീവ് റിസൾട്ട് വരുമ്പോൾ സ്മാർട്ട് മണി വിൽക്കുന്നു. പക്ഷെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്, വിൽക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് പോകുന്നതാണ്. അപ്പൊ അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. എന്നോട് പറഞ്ഞാൽ വെച്ചാൽ സ്വഭാവമായിട്ട് നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ്. ദൈവം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ ഏത് ഇതായിക്കോട്ടെ, ഏകദൈവ, ബഹുദൈവ, ഏത് മതം, ഏത് ജാതി ആയാലും പ്രശ്നമല്ല. നമ്മുടെ ദൈവത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ഒരു റൂൾസ് ആണ്, നമ്മുടെ ചിട്ടയോടെ ജീവിക്കാനുള്ള ഒരു നിയമമാണത്. അതുപോലെ അതിൽ നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കുള്ളൂ. അതുപോലെ അദ്ദേഹം പറഞ്ഞതിനോട് തീർച്ചയായിട്ടും പ്രീമിയം ട്രാൻസാക്ഷൻ അക്കാഡമിക് ബേസിൽ പറഞ്ഞാണ്, നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിലും ട്രേഡിങ്ങിലും വിജയിക്കണമെങ്കിൽ ചാർട്ടാണ് സുപ്രീം. ഓക്കെ, ചാർട്ടിൽ, അതായത് ചാർട്ട് എന്ന് പറഞ്ഞാൽ ടെക്നിക്കലാണ്, ടെക്നിക്കലിൽ വിശ്വസിച്ചേ മതിയാകും. അപ്പൊ ഇതുവരെ ഓക്കെ. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ ടെക്നിക്കൽ വിശ്വസിക്കാതെ നിരവധി സുഹൃത്തുക്കൾ ആ ഒരു മണി ഗ്രൂപ്പിൽ എന്നോട് ആർഗ്യുമെന്റ് ചെയ്യുന്ന ആളുകളാണ്. തീർച്ചയായും അത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ പറഞ്ഞു വരുന്നത്, വിശ്വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റൂ. ഓക്കെ.
ടെക്നിക്കൽ വിശ്വാസമുള്ള എല്ലാവർക്കും 100% ട്രേഡിംഗിൽ വിജയിക്കാൻ കഴിയും. 100% ഗ്യാരണ്ടിയോടുകൂടി അത് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരാം. എങ്ങനെയാണ് വിജയിക്കുക എന്നുള്ളത് ജസ്റ്റ് ഒബ്സർവ് ചെയ്യാൻ നോട്ട് ചെയ്ത്. ഓക്കെ, ഒരു സ്മാർട്ട് മണി പ്രൈസ് ചാർട്ട് ടെക്നിക്കൽ പഠിക്കാം. ഓക്കെ, എന്താണ് സ്മാർട്ട് മണി പ്രൈസ് ചാർട്ട് ടെക്നിക്കൽ എന്നാണ് നമ്മൾ നോക്കുന്നത്. കമ്പനികളുടെ പ്രൈസ് ചാർട്ടിൽ ലോകസമ്പന്നരായ സ്റ്റോക്ക് മാർക്കറ്റ് ഭരിക്കുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ FIDIA, അതായത് ഇതിന്റെ ഫുൾ ഫോം ആണിത്. FIDIA സ്മാർട്ട് മണി ഫണ്ടമെന്റൽ ഗുഡ് ന്യൂസ് ബാഡ് ന്യൂസ്. ഓക്കെ, ഗുഡ് റിസൾട്ട് ബാഡ് റിസൾട്ട് അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന, അവർക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ടമെന്റൽസ് അറിയാം. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ മുമ്പോട്ട് പഠിക്കുന്നുണ്ട്. രഹസ്യ സ്റ്റോക്ക് ബൈയിങ്ങിനെയും രഹസ്യ സ്റ്റോക്ക് സെല്ലിങ്ങിനെയും മുൻകൂട്ടി മനസ്സിലാക്കാൻ കമ്പനികളുടെ പ്രൈസ് ചാർട്ടുകളെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് സ്മാർട്ട് മണി പ്രൈസ് ചാർട്ട് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്. അത് നമ്മൾ എന്താണ് ടെക്നിക്കൽ അനാലിസിസ് എന്നുള്ളത് നിങ്ങൾ ദയവായിട്ട് നോട്ടീസ് ചെയ്ത് വെക്കുക എന്താണെന്നുള്ളത്. അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റായ വാൾ സ്ട്രീറ്റിൽ നിന്നും 100 വർഷങ്ങൾക്ക് മുമ്പ് ഫാദർ ഓഫ് ടെക്നിക്കൽ അനാലിസിസ് എന്നറിയപ്പെടുന്ന ചാർലീസ് ഡൗ. ഓക്കെ, ഇദ്ദേഹമാണ് ഫാദർ ഓഫ് ടെക്നിക്കൽ അനാലിസിസ് അറിയപ്പെടുന്നത്. ഇവിടെയാണ് ഈ രണ്ടാമത്തത്. അതിനുശേഷം എന്താണ്, ചാർലീസ് ഡൗ മുതൽ സ്റ്റീവൻ ഐസൺ, ആർ.എൻ. എല്ലിയോട്ട്, ഗ്ലെൻ നീലി എന്നിങ്ങനെ ഇതൊക്കെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അതായത് പ്രഗത്ഭരായ ആളുകളായി. ഇവരെ മുമ്പിലും പിന്നിലും ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് അവരുടെ പുസ്തകങ്ങൾ ഡെവലപ്പ് ചെയ്താണ് വന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള ലോക പ്രശസ്തമായ ടെക്നിക്കൽ അനാലിസുകൾ വർഷങ്ങളോളം കമ്പനി പ്രൈസ് ഗവേഷണം നടത്തിക്കൊണ്ടാണ് നിരവധി പുസ്തകങ്ങൾ രചിച്ചത്. ഇത് വളരെ ഇതും ഇൻഫർമേഷൻ തന്നാണ്, എഴുതി വെച്ചോ. അങ്ങനെ ജസ്റ്റ് ഇതിപ്പോ നമ്മളാരും ഉണ്ടാക്കി പറയുന്നത്, അത് സ്വയമായിട്ട് ചില ഈ ഓപ്ഷൻ ഫ്യൂച്ചറിലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് പൊതുവെ എന്താ പറയാ വലിയ ഐഡിയ ഉണ്ടാവില്ല. ചിലപ്പം ഐഡിയ ഉള്ള ആളുകൾ ഉണ്ടാവാം. ഞാൻ പറഞ്ഞു എന്ന് വെച്ചാല് ഞാൻ നാളെ പ്രീമിയം കണ്ടന്റ് എന്ന് പറഞ്ഞപ്പോ ആരോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്രോ അത് എങ്ങനെയാണ്, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ, അത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടാണോ? അപ്പൊ ഞങ്ങൾക്ക് NSE ഓൺലൈനിലെ അക്കാഡമി കാണിച്ചിരുന്നു പ്രീമിയം കോഴ്സസ് എന്ന് പറഞ്ഞിട്ട്. പ്രീമിയം എന്ന് പറഞ്ഞാൽ നിലവിലാണ്. അതുപോലെ പ്രീമിയം സ്റ്റോക്കുകൾ ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് അത് പറഞ്ഞു തന്നത്. അറിയുന്ന ആളുകൾ ഉണ്ടാവാം. ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി ഇത്ര ആളുടെ പേര്. നമ്മൾ മലയാളികൾ സ്റ്റോക്ക് മാർക്കറ്റ് തീർച്ചയായിട്ടും നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിലവിൽ നിങ്ങൾ ഞാൻ പണ്ട് പോയ വഴിയിലൂടെ ഞങ്ങൾ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് 80% ഗ്രൂപ്പുകളിലും ഈ ഇപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, കമ്പനിയുടെ സ്ട്രെങ്ത് നോക്കുന്ന ഫണ്ടമെന്റൽ ആണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിക്കുന്നതും. അതുപോലെ തന്നെ ഇതാണ് ഞാൻ ഇപ്പൊ ഫണ്ടമെന്റൽ ന്യൂസ് റിസൾട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കണം, അവിടെ GDP സൈക്കിൾ വരുന്നുണ്ട്, വാർ വരുന്നുണ്ട്, ക്വാർട്ടർ റിസൾട്ട് വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് എന്തോ ആയിക്കോട്ടെ. അതാണ് ഫണ്ടമെന്റൽ ന്യൂസ്. അപ്പൊ ഈ ഫണ്ടമെന്റൽ ന്യൂസ് വെച്ചുകൊണ്ടാണ് 80% ആളുകളും നമ്മൾ പണ്ട് ചെയ്ത പോലെ തന്നെയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ട്രേഡിംഗിൽ എപ്പോഴും നമ്മളെ സുഹൃത്തുക്കൾ ഒരുപാട് വരുന്നുണ്ട്. വരുന്നേ തെറ്റില്ല. നമ്മളെ കാര്യങ്ങളൊക്കെ ചോദിക്കുക, സ്റ്റോക്കുകൾ ഏതാന്ന് നോക്കുക. അപ്പൊ അത് തീർച്ചയായിട്ടും അതൊക്കെ കഴിഞ്ഞു. ഓക്കെ, അത് ഞാൻ പറഞ്ഞു തരും. ഇന്ന ടാർഗറ്റിൽ ബുക്കാണ്, ഇത്ര സ്റ്റോപ്പ് ലോസിൽ എക്സിറ്റ് ആവണം നിങ്ങൾ പറഞ്ഞു തരും. അത് കഴിഞ്ഞ് നിങ്ങൾ എവിടെ നിന്നാലും പിന്നീട് പഠിച്ചിട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മളെ കമ്മ്യൂണിറ്റി ട്രേഡിംഗ് വരുന്ന സുഹൃത്തുക്കൾ നിങ്ങൾ പഠിച്ചിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക. നമ്മുടെ അടുത്ത് പഠിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതെടുത്ത് പഠിക്കുക. ഓക്കെ, പഠിക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ട്രേഡ് കോഴ്സ് എടുക്കാനോ അതുപോലെ ട്രേഡ് ചെയ്ത് പൈസ സ്വന്തമായിട്ട് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാകണം, പഠിച്ചേ പറ്റുള്ളൂ. അതാണ് ഈ ലോസിന് കാരണം, അല്ലാതെ ഫണ്ടമെന്റൽ അറിയാത്തോണ്ടല്ല. അപ്പൊ നമ്മളെ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കി ചെയ്യുന്നത് എന്താണ്, ഫണ്ടമെന്റൽ നോക്കിക്കൊണ്ടാണ്. അങ്ങനെ നിങ്ങൾക്ക് അതാ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊരു ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരാണ്. നമ്മുടെ മലയാളികളിൽ 90% ആളുകളും ഫണ്ടമെന്റൽ ന്യൂസുകൾ, അതായത് ഫണ്ടമെന്റൽ ന്യൂസ് റിസൾട്ട്, വാർ, GDP സൈക്കിൾ, ക്വാർട്ടർ റിസൾട്ട് ഒക്കെ നോക്കി ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ ചെയ്ത് പ്രോഫിറ്റ് എല്ലാവരും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ വർഷം ഇത്രയും വർഷങ്ങളോളം ഈ ഇത്രയും ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചും പ്രൈസ് ചാർട്ടിനെ കുറിച്ചും ഗവേഷണത്തിന്റെ ആവശ്യം വരുന്നില്ല. എല്ലാവർക്കും അതുപോലെ അങ്ങ് എടുത്താൽ പോരെ. അപ്പൊ സഹോദരൻ, ഞാൻ ഇത് മനസ്സിലാക്കേണ്ടിട്ട് പറഞ്ഞു തരികയാണ്. അസാധ്യമായ കാര്യമാണ് ഈ ഫണ്ടമെന്റൽസിലൂടെ ട്രേഡ് പൈസ. അതുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഇതിന്റെ പിന്നിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 100 വർഷങ്ങൾക്ക് മുമ്പ്, അതിനുശേഷം നിരവധി ആളുകളുണ്ട്, ഇതിനു മുമ്പ് കുറെ ആളുകളുണ്ട്. ഇവരാണ് ഫേമസ് ആയിട്ടുള്ള ആളുകൾ. അപ്പൊ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റിനും കമ്പനി വേണ്ട, സ്റ്റോക്ക് ഇൻവെസ്റ്റിനും വേണ്ട കമ്പനി ഫണ്ടമെന്റൽ സിമ്പിൾ ആയി പഠിക്കും. ഓക്കെ, സ്റ്റോക്ക് ട്രേഡിങ്ങിന് വേണ്ട ടെക്നിക്കൽ അനാലിസിസ് ഇതാണ്. വളരെ സിമ്പിൾ സിറ്റിയോടുകൂടി നിങ്ങൾ ബി സിമ്പിൾ ആൻഡ് ബൈ സിമ്പിൾ എന്നാണ് മാർക്കറ്റിന്റെ റൂളാണ്, പ്രീമിയം അക്കാഡമിക്സ് റൂള്. ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് എന്താണ്, നമ്മുടെ ആളുകൾ അൺനെസസറി കടിച്ചാൽ പൊട്ടാത്ത ഫണ്ടമെന്റൽസ്, ന്യൂസ്, റിസൾട്ട്, ഇതൊക്കെ നിങ്ങളുടെ മൈൻഡ് ഡിസ്റ്റർബൻസ് ആണ്. ഇപ്പൊ സപ്പോസ് നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ, നിങ്ങൾ 5 ലക്ഷം രൂപക്ക് ഈ ടാറ്റ എലക്സിയിൽ ട്രേഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ ആ ഗ്രൂപ്പുകളിൽ, എന്റെ സുഹൃത്ത് സഹോദരൻ, നമ്മളോട് തന്നെ ചോദിച്ചു നോക്കി. നമുക്ക് പേടി തോന്നാറില്ലേ? ഇപ്പൊ നിലവിൽ ലോസ് ഇല്ലേ? നമ്മൾ എല്ലാ ഗ്രൂപ്പിലും ചോദിക്കുന്നില്ല, എല്ലാവരും ചോദിക്കുന്നത്. അതെന്തുകൊണ്ടാ? വ്യക്തവും കൃത്യമായ അറിവില്ലാത്തത് കൊണ്ടാണ്. വേറെ ഒരു കുഴപ്പവും നോക്കിയില്ല. അപ്പൊ മാർക്കറ്റ് വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചു. അപ്പൊ മാർക്കറ്റ് ഇതുപോലെ തന്നെ ഈ ഫണ്ടമെന്റൽ ന്യൂസ് കേട്ടാൽ നമ്മൾ ചോദിക്കും മാർക്കറ്റ് വേറെ എന്തോ ലോകമാണ്, നമ്മളായിട്ട് യാതൊരു ബന്ധമില്ല, വേറെ ഒരു പ്ലാനറ്റിലുള്ള സംഭവമാണ്. ഇതിന്റെ ഇംഗ്ലീഷ് വേർഡിലുള്ള ഫണ്ടമെന്റൽസ് കേൾക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും. ഇത് വളരെ സിമ്പിൾ ആയ ഒരു സംഗതിയാണെന്ന് ഞാൻ വ്യക്തവും കൃത്യമായിട്ട് ഗ്യാരണ്ടിയോട് നിങ്ങൾ പറഞ്ഞുതരാം.
അപ്പൊ ഇത് എനിക്ക് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നിയിട്ടുണ്ടായിരുന്നു. എന്നോട് അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോയ സമയത്ത് ഇത് മ്യൂച്വൽ ഫണ്ടാണ് ഇൻവെസ്റ്റ്മെന്റ് ടൂൾ എന്ന് വിചാരിച്ചു. പിന്നീട് എനിക്ക് അതിൽ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് മ്യൂച്വൽ ഫണ്ട് ട്രേഡിംഗ് ടൂൾ ആണ്, ഗോൾഡ് ട്രേഡിംഗ് ടൂൾ ആണ്. അതിന് ഒരിക്കലും ഡിവിഡൻഡ് കിട്ടിയാൽ സ്റ്റോക്കിലാണ് കിട്ടുക. അപ്പൊ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിനെ സിമ്പിളായി പഠിക്കുക. ഞാൻ വിഴുങ്ങുന്ന ക്യാൻഡിൽസ് വൺ ബൈ ചൊൽജർന്ന് എഴുതിയ ആളാണ്. അപ്പൊ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ ക്യാൻഡിൽസ് മനസ്സിലാവണം. ബുള്ളിഷ് ക്യാൻഡിൽ മനസ്സിലാവണം, ബെയറിഷ് ക്യാൻഡിൽ മനസ്സിലാവണം. അതൊക്കെ എനിക്ക് മനസ്സിലാവണം. എനിക്ക് പേഴ്സണലി ട്രേഡ് എടുക്കണം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ട്രേഡ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ക്യാപിറ്റൽ ലിമിറ്റഡ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ഇത് കമ്മ്യൂണിറ്റി ആയിട്ട് ട്രേഡ് ചെയ്യാന്നുള്ളതാണ് കോൺസെപ്റ്റ്. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു അപ്പൊ വരുന്ന ആളുകൾക്ക് അവർക്ക് ഹാർഡായിട്ടുള്ള കമ്പനി റിസൾട്ട്, ന്യൂസ്, വാർ, GDP സൈക്കിളൊക്കെയാണ് അറിയുന്നത്. ഫണ്ടമെന്റലിന്റെ എന്താണ് റേറ്റ് കട്ട്, ഫെഡ് മീറ്റ്, ഇതൊക്കെ ഭയങ്കര ഹാർഡ് വേർഡ്സും ഹാർഡ് സംഭവങ്ങളും. നിങ്ങൾക്ക് അതിന്റെ എനർജി പോകാന്നല്ലാണ്ട് നിങ്ങൾക്ക് അതിനെ കൊണ്ട് 9% ഉപകാരം ഉണ്ടാവില്ല. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കും. വളരെ സിമ്പിൾ ആയിട്ട് അത് തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ നിങ്ങൾ എഴുതെങ്കിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ സിമ്പിൾ സിറ്റിയോടുകൂടി മാർക്കറ്റിനെ കാണുക, സിമ്പിൾ ആയിട്ട് പഠിക്കുക. നമുക്ക് വേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. ഒന്നാമത് കമ്പനിയുടെ സ്ട്രെങ്ത് അളക്കുന്ന ഫണ്ടമെന്റൽ അനാലിസിസ്, കമ്പനിയുടെ ഫണ്ടമെന്റൽ അനാലിസിസ്. രണ്ടാമത്തെ ടെക്നിക്കൽ അനാലിസിസ്. അത് രണ്ടും സിമ്പിൾ ആണ്. ഓക്കെ, ഇതാണ് നിങ്ങളെ കുഴക്കുന്നത്. എന്ത് കഠിനമായ ഫണ്ടമെന്റൽ വേർഡുകളും ന്യൂസുകളും റിസൾട്ടുകളും, ആ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പ്, ഇന്നത്തെ അപ്ഡേഷൻ, രാവിലത്തെ അപ്ഡേഷൻ, വൈകിട്ടത്തെ അപ്ഡേഷൻ, ഭയങ്കര ഡിസ്റ്റർബൻസ് സുഹൃത്തുക്കളെ. അതുകൊണ്ടാണ് ഈ ഫണ്ടമെന്റൽ ന്യൂസ് കേൾക്കുന്നതുകൊണ്ടാണ് നിങ്ങളിപ്പോ 5 ലക്ഷം 3 ലക്ഷം രൂപയുടെ പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും ചോദിക്കുന്നത്. നമുക്കൊരു പേടിയുണ്ടാവും. സ്വകാര്യം നമ്മുടെ പൈസയില്ല, നമ്മൾ ആടേൺ ജോലി പഠിച്ചു ചെയ്ത് വർഷങ്ങളോളം പ്രവാസിയായി അവിടുന്ന് കഷ്ടപ്പെട്ട് മാനേജർ പറയുന്ന ഡ്യൂട്ടിയിലനുസരിച്ച് പ്രവർത്തിച്ചതിന് ശേഷം ഞാനും നിങ്ങളൊക്കെ ഉണ്ടാക്കിയ പൈസ, എനക്കും അത് അനുഭവമാണ്. ആ പൈസയാണ് നമ്മൾ ഒന്നും പഠിക്കാതെ സോഷ്യൽ മീഡിയ ആരോ പറയുന്നത് കേട്ടിട്ട് ആദ്യം പഠിച്ച ബേസിക് ഇൻഫർമേഷൻ ഇട്ടുകൊണ്ട് ബൈ ചെയ്തു. എന്നിട്ട് നമുക്ക് പേടിയുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഉണ്ട്. നിങ്ങൾ NSA അക്കാഡമി ഗൂഗിൾ സെർച്ച് ചെയ്യുക. അക്കാഡമി അവിടെ ഉണ്ട്. അവിടെ പോവുക, ഓൺലൈൻ കോഴ്സ് എടുക്കുക. കംപ്ലീറ്റ് വ്യക്തവും കൃത്യമായി കോഴ്സായിട്ട് 40 വീഡിയോസ് ഉണ്ട്. 40 വീഡിയോസ് പഠിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% ഈ പറഞ്ഞ സിംപ്ലിസിറ്റിയിൽ അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ സ്ട്രെങ്ത്, ഫണ്ടമെന്റൽ, ടെക്നിക്കൽ, പ്രീമിയം സ്റ്റോക്കുകൾ ലാഭം ചെയ്ത് ലാഭം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആകെ വേണ്ട രണ്ട് കാര്യങ്ങൾ. ഒന്നാമത് നിങ്ങൾ ആ പ്രീമിയം സിമ്പിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽസ്, കമ്പനി സ്ട്രെങ്ത് അളക്കുന്ന ഫണ്ടമെന്റൽസ്, പ്രീമിയം പ്രൈസ് ആക്ഷൻസ് ചാപ്റ്റർ 1 നിങ്ങൾ പഠിക്കും. അത് വെച്ചുകൊണ്ട് 5 6 സ്റ്റോക്ക് എടുക്കുക. SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ട്രേഡിംഗ് വരുമാനമായിക്കോട്ടെ, നമ്മുടെ മറ്റേ ജോലി വരുമാനമായിക്കോട്ടെ, അത് അതെല്ലാ മാസവും ചെയ്യാം. അതവിടെ കഴിഞ്ഞു. വേറെ അക്കൗണ്ട് എടുക്കുക, ഡിമാറ്റ് അക്കൗണ്ട്. അത് നിങ്ങൾ പ്രവാസികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അക്കൗണ്ട്, ലോക്കൽ അക്കൗണ്ട് എടുക്കുന്ന സഹോദരൻ. നിങ്ങളോട് ആരെ പറഞ്ഞത്? നിങ്ങൾ ട്രേഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നം വരിക. മനസ്സിലായല്ലോ? നിങ്ങൾ ഇന്ത്യൻ പൗരനാണ്. നിങ്ങൾ ഇവിടുത്തെ ലോക്കൽ അക്കൗണ്ടും ഇവിടെ ഡിമാറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രവാസികൾക്ക് ഇവിടെ വന്നെടുക്കാം. പക്ഷെ അത് SIP ഇൻവെസ്റ്റ്മെന്റ് മാത്രം ഉപയോഗിക്കാവുള്ളൂ. അതിൽ ട്രേഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് തന്നെ ഫാമിലിന്റെ പേരിലൊക്കെ എടുക്കുന്ന ആളുകളുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് അലൗഡ് ആണ് ഇൻവെസ്റ്റ്മെന്റ്. നിങ്ങൾ അവിടെ എടുക്കുകയാണെങ്കിൽ ടാക്സ് കൂടുതലായിരിക്കും, ഇവിടെ കുറവായിരിക്കും. മനസ്സിലാവുന്നല്ലോ? അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു? യെസ്, സിമ്പിൾ ആയിട്ട്. അപ്പൊ ആ ഫണ്ടമെന്റൽ പ്രീമിയം പ്രൈസ് ചാപ്റ്റർ 1 നിങ്ങൾ എവിടുന്ന് പഠിക്കുമ്പോൾ കാണാം. ഫണ്ടമെന്റൽ, സിമ്പിൾ ഫണ്ടമെന്റൽ, എങ്ങനെ കമ്പനി ആൻസർ, കുറച്ച് ഫിനാൻഷ്യൽ ഫണ്ടമെന്റൽ റേഷ്യൂസ്, കുറച്ച് പോയിന്റുകൾ, അത് പഠിച്ചുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ പിന്നെ ട്രേഡിങ്ങിലോട്ട് വരുമ്പോൾ സഹോദര, ചാർട്ടുകൾ മാത്രം നോക്കുക. ഒരിക്കലും ചെവി കൊത്തി വെക്കുക. ഫണ്ടമെന്റൽസ് കേട്ടാൽ നിങ്ങൾ വാങ്ങി വെച്ച പൊസിഷൻ കൂടി വിറ്റ് കളയും പേടിച്ചിട്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇൻവെസ്റ്റ്മെന്റ് ട്രേഡിംഗിൽ വിജയിക്കാൻ എന്തുകൊണ്ട് നമ്മൾ നിർബന്ധമായും കമ്പനി ഫണ്ടമെന്റലും അതിൽ കൂടുതൽ, അത് ശ്രദ്ധിച്ചോട്ടോ, കമ്പനിയുടെ ഫണ്ടമെന്റൽ പഠിക്കണം, സ്ട്രെങ്ത് അളക്കുന്നത്. അതിൽ കൂടുതൽ കമ്പനിയുടെ പ്രൈസ് ചാർട്ടിനെ കുറിച്ച് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. എന്തുകൊണ്ടാണ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കുന്നത് എന്നുള്ളതിന് ഉദാഹരണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാരണം ലോക ജനങ്ങളുടെ പണമായ ലക്ഷം കോടികൾ കൊണ്ട് മാർക്കറ്റും, ഇവിടെ വലിയ വലിയ സമ്പന്നന്മാർ ഒരിക്കലും മാർക്കറ്റിൽ പറഞ്ഞ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ നമ്മളെ ഈ മാർക്കറ്റിനെ കുറിച്ച് അറിയാത്ത ആളുകൾ അസറ്റ് മാനേജ്മെന്റ് കമ്പനികൾക്കാണ് കൊടുക്കുക. മ്യൂച്വൽ ഫണ്ടും ഇതൊക്കെ ആയിട്ടുള്ളത് അല്ലെ, ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അപ്പൊ ഇവിടുത്തെ സ്മാർട്ട് മണി എന്ന് പറയുന്ന ആരാ? നമ്മുടെ LIC, SBI, HDFC, ഇതൊക്കെ ഇവിടുത്തെ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളിൽ പെട്ടതാണ് അല്ലെ. അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികളാണ്. അവർ തീർച്ചയായിട്ടും അവരുടെ തൊഴിൽ എന്താണ്? അവരുടെ പ്രൊഫഷനാണ് ഇത്. മനസ്സിലാവുന്നുണ്ട്? അവർ ജനങ്ങളുടെ അടുത്ത് ഫണ്ട് കളക്ട് ചെയ്യും. മ്യൂച്വൽ ഫണ്ടിലേക്ക് അത് നിങ്ങൾക്ക് ഇത്ര പെർസെന്റേജ് റിട്ടേൺ തരാന്ന് പറഞ്ഞിട്ട് അവർ കളക്ട് ചെയ്യും. അപ്പൊ ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ ലക്ഷം കോടികൾ കൊണ്ട് എല്ലാ രാജ്യത്തും പോയിട്ട് അവിടുത്തെ സ്റ്റോക്കുകളെ കുറിച്ച് വ്യക്തവും കൃത്യമായിട്ട് ആ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്ന ടീം, അങ്ങ് ഡീപ്പ് ലെവലിൽ. ഓക്കെ, അപ്പൊ തീർച്ചയായും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവരത്ര ഫണ്ടമെന്റൽ അനാലിസിസ് നമുക്ക് ചെയ്യല. അതവിടെ കഴിഞ്ഞു. ഫണ്ടമെന്റൽ അനാലിസിസ് നമുക്ക് നടക്കുകയില്ല. ഇനി രണ്ടാമത്തെ പോയിന്റ് നോക്കിയോ. അപ്പോ നോക്കാം. ഇവിടെ ഒന്നാമത്തെ എന്താണ് ഫണ്ടമെന്റൽ അനാലിസിസ്? നമ്മൾ ചാർട്ടിൽ ഉള്ള ടെക്നിക്കലിനെ കുറിച്ചാണ് പറയുന്നത്. ഫണ്ടമെന്റൽസ് നമ്മൾ കുറച്ച് ഉദാഹരണം പറഞ്ഞുതരാം. നെസ്ലെ ഇന്ത്യ എന്ന ഒരു ഫുഡ് കമ്പനി പബ്ലിക് മാർക്കറ്റിൽ അനാലിസിസിൽ, അതായത് ഇന്ത്യ പബ്ലിക് മാർക്കറ്റ് അനാലിസിസ് ലോക ജനങ്ങളിൽ ഹൈ ഡിമാൻഡ് പ്രൊഡക്റ്റ് നൽകുന്നു. അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഈ ഫണ്ടമെന്റൽ കമ്പനിയുടെ സ്ട്രെങ്ത് ആയ ഫണ്ടമെന്റൽ അനാലിസിസ് നോക്കുന്നില്ല. ആദ്യം നോക്കുന്ന ഒരു കമ്പനി നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പബ്ലിക് മാർക്കറ്റിലെ ബിസിനസ്സും
ഇത്ര വർഷവും പബ്ലിക് മാർക്കറ്റിൽ ഉണ്ടായിരിക്കണം. അതൊക്കെ നമ്മൾ ടെക്നിക്കൽ പ്രീമിയം ട്രാൻസാക്ഷനിൽ പഠിക്കുന്ന ചാപ്റ്റർ 1 നിങ്ങൾ അവിടെ നിന്ന് പഠിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മളിപ്പോ ഒരു നെസ്ലെ ഉദാഹരണത്തിന് എടുത്തിരിക്കുക. നെസ്ലെ എന്ന് പറയുന്നത് നെസ്ലയുടെ FMCG പ്രൊഡക്റ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം ഹെവി ഡിമാൻഡ് ഉള്ള, അതായത് മോണോപോളി ബിസിനസ് ആണ്. ആ ബോട്ട് ബിസിനസിനെ, ആ നെസ്കോഫിയെ, ആ ബ്രാൻഡിനെ, ആ ടേസ്റ്റിനെ ജീവിതത്തിൽ ഇതുവരെ ഒരു കമ്പനിക്ക് ബീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനെ നമ്മൾ മോണോപ്പൊളി എന്ന് പറയാം. അവർക്ക് അവരുടെ ബൗണ്ടറി ഉണ്ട്. ഒരു കമ്പനിക്ക് ബീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതാണ് മോണോപ്പൊളി ബിസിനസ്. അത് അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്ന നെസ്ലെ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി, അതിന്റെ പ്രൊഡക്റ്റുകളെല്ലാം അങ്ങനെയാണ്. അത് ഹെവി ഡിമാൻഡ് പ്രൊഡക്റ്റുകളാണ്. ഇപ്പൊ ആർക്ക് ജനങ്ങള്, ഇവിടെ നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല. നമ്മൾ കച്ചവടക്കാരനാണ്. ആരാണോ നല്ല ബിസിനസ് ചെയ്യുന്നത് അവരെ കൂടെ നമ്മളുണ്ട്. അവരിൽ ഓണർഷിപ്പ് ഇടും. അല്ലാതെ ഇപ്പൊ മുറുക്കാൻ കടയിൽ നിങ്ങൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യില്ല. ഈ പ്രീമിയം ലാർജ് ക്യാപ് സ്റ്റോക്ക്, അതാണ് പെന്നി സ്റ്റോക്ക് എടുക്കുന്ന ഒരു ഞാൻ ഉദാഹരണം പറഞ്ഞാണ്. മുറുക്കാൻ കടയിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ഉണ്ടാവും. അത് തട്ട് കടയിൽ കൊണ്ട്, അവിടെ എന്തെങ്കിലും റോഡിന്റെ പ്രശ്നം വന്ന, മുനിസിപ്പാലിറ്റി പ്രശ്നം വന്ന താഴ്ന്ന് ഒഴിവാക്കേണ്ടി വരും. ബിസിനസ് ക്ലോസ് ആവും അല്ലെ? അതാണ് നിങ്ങളെ പെന്നി സ്റ്റോക്ക് എന്ന് പറയുന്നത്. പമ്പ് ആൻഡ് ഡംപ് ഉണ്ടാവും അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവിഡന്റ് വേണ്ടിയിട്ട്, അല്ലെ ട്രേഡ് ചെയ്താലും അതിന്റെ അവസ്ഥ. അതേ സ്ഥാനത്ത് ഞാൻ കൊണ്ടുപോയിട്ട് വലിയ ലാർജ് ക്യാപ് പ്രീമിയം സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ തീർച്ചയായും അതിനെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഇവിടെ ഫണ്ടമെന്റൽ എന്ന് പറഞ്ഞാൽ മൊണോപ്പൊളി ബിസിനസ് ആണ്. എനിക്ക് കോൺഫിഡന്റോട് ഇൻവെസ്റ്റ് ചെയ്യാൻ നെസ്ലെ എന്ന് പറയുന്ന ബ്രാൻഡ് വെട്ടാനുള്ള ഒരു കോഫി ഭൂമിയിൽ വേറെ ഇല്ല. അതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ഇവിടെ ഞാൻ ഒരു ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം മുതൽ പാൽപ്പൊടി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് അല്ലെ. ഇത് എന്താണ്, ജനങ്ങൾ വെയിറ്റ് ചെയ്യാണ് മാർക്കറ്റിൽ ഈ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ. അതുപോലെ ഹൈ ഡിമാൻഡ് പ്രൊഡക്റ്റുകളാണ്. അപ്പൊ ജനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നു, കമ്പനി വിറ്റ് ലാഭം നേടുന്നു. അപ്പൊ ലാഭം നേടുന്നു, അടുത്ത പ്രൊഡക്ഷൻ നടക്കുന്നു, വീണ്ടും വിൽക്കുന്നു, ലാഭം നേടുന്നു, അടുത്ത പ്രൊഡക്ഷൻ നടക്കുന്നു. അപ്പൊ വിറ്റ് കഴിഞ്ഞാൽ ലാഭം ആർക്കാ തരിക? നമുക്കാണ് തരിക. മനസ്സിലാവും? അതിന്റെ പെർസെന്റേജ് നമുക്കാണ് കിട്ടുക. അപ്പൊ ഇതാണ് നമ്മുടെ പർപ്പസ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. കാരണം ആരാ ബിസിനസ് ചെയ്ത് ഞാൻ നിങ്ങളാണോ? ഈ പറഞ്ഞ പോലെ തട്ടുകടയാണ് ഒരിക്കലും. ഇത് കോർപ്പറേറ്റ് കമ്പനികൾ വേൾഡ് വൈഡ് ജനങ്ങൾക്ക്, ഇത് ഇന്ത്യയിലെ മാത്രമാണോ, ലോകം മുഴുവനുള്ള ജനങ്ങൾക്ക് വിറ്റിട്ടാണ് ഈ ലാഭം കൊടുത്തത്. അപ്പൊ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് സ്ഥിര വരുമാനം എന്ന് പറയാൻ പറ്റുന്ന ഏതാ? ട്രേഡിംഗ് വരുമാനം ഒരിക്കലും അല്ല. അത് ഇൻവെസ്റ്റ്മെന്റ് വരുമാനമാണെന്ന് അതിൽ മനസ്സിലാക്കുക. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വരുന്ന ഉദാഹരണം, ഇങ്ങനെ ഹൈ ഡിമാൻഡ് പ്രൊഡക്റ്റ് ചെയ്യുന്ന കമ്പനികളുടെ പ്രൊഡക്ഷൻ സർവീസും കൊടുക്കുന്ന കമ്പനികളുടെ NSE ഡാറ്റകൾ, അതായത് NSE ആണ് പ്രോപ്പർ ഡാറ്റ. സീനർ നമ്മൾ അഡീഷണൽ ആയിട്ട് നോക്കുന്നതാണ്. നിങ്ങൾ US മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ ഫണ്ടമെന്റൽ അനലൈസ് ചെയ്യണമെങ്കിൽ, ആ ഡാറ്റകൾ നോക്കണമെങ്കിൽ US മാർക്കറ്റിന്റെ ഡാറ്റകൾ നോക്കും. ഇവിടെ NSEയുടെ ഡാറ്റകൾ ആദ്യം നോക്കേണ്ടി, നമ്മളവിടെ സിമ്പിൾ ആയിട്ട് നോക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇവിടെ ആ ഡാറ്റകൾ സ്ട്രോങ് ആയിരിക്കും. മോണോപ്പൊളി, അതായത് ഹൈലി ഡിമാൻഡ് ബിസിനസ് ചെയ്യുന്ന സ്റ്റോക്കുകൾ നിങ്ങൾ മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഒബ്സർവ് ചെയ്യണം. ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അതിന്റെ ഡാറ്റകൾ സ്ട്രോങ് ആയിരിക്കും. രണ്ടാമത്തെ കാര്യമാണ് വളരെ പോയിന്റ്, ഇതുപോലെ തന്നെ ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ള, അതായത് നമ്മൾ പറഞ്ഞു ഹൈ ഡിമാൻഡ് അത് നമ്മളെക്കാളും കൂടുതൽ ഫണ്ടമെന്റൽ അനലൈസ് ചെയ്യാൻ സ്മാർട്ട് മണിയാണ്. പക്ഷെ നമുക്ക് ഒരിക്കലും ജീവിതത്തിലാവില്ല കാര്യങ്ങൾ. നിങ്ങൾ എത്ര തലകുത്തിന്ന് കമ്പനിയുടെ ന്യൂസ് നോക്കിക്കഴിഞ്ഞാലും അവരത്ര ഫണ്ടമെന്റൽസ് നമുക്കറിയില്ല. അത് നമ്മൾ മുമ്പോട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ 80% ഷെയറുകൾ, ഫണ്ടമെന്റലി സ്ട്രോങ് ആയ പ്രീമിയം സ്റ്റോക്കുകളിലെ 80% ഷെയറുകൾ ആരാ കയ്യിലുണ്ടാവുക? മാർക്കറ്റ് ഭരിക്കുന്ന സ്മാർട്ട് മണിയുടെ കയ്യിലാണ് ഉണ്ടാവുക. നിങ്ങൾ ഈ പറഞ്ഞ പെന്നികൾ ടിക്കറ്റ് ആപ്പിൽ എടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട് അവിടെ നിങ്ങൾ നോക്കി നോക്ക്, പ്രൊമോട്ടറും നമ്മളും ഉണ്ടാവുള്ളൂ, റീറ്റെയിലേഴ്സും. നടുവിൽ ഒരു ഈ FIDI എന്നുള്ള സ്ഥലത്ത് ഒരാളുണ്ടാവില്ല. ഇത് ഫണ്ടമെന്റലി ഈ പറഞ്ഞ പെന്നി സ്റ്റോക്കുകൾ, അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പിൽ തന്നെ, ലാർജ് ക്യാപ്പിൽ തന്നെ ഫണ്ടമെന്റലി സ്ട്രോങ് അല്ലാത്ത സ്റ്റോക്കുകൾ. അവിടെ അവര് ഈ സ്ട്രെങ്തി ആയിട്ടുള്ള മോണോപ്പൊളി ഫണ്ടമെന്റൽ സ്ട്രോങ്, അതായത് സ്ട്രോങ് ആയിട്ടുള്ള പ്രീമിയം സ്റ്റോക്കുകളിൽ ഏറ്റവും കൂടുതൽ 80% ലിസ്റ്റഡ് ഷെയറുകളും അവരുടെ കയ്യിലുണ്ടാവുക. അതാണ് നമ്മൾ മുമ്പോട്ട് പഠിക്കുന്നത്. ഇവിടെ നമുക്ക് അതിന്റെ ഉദാഹരണം നോക്കാം. ഓക്കെ, അതെ. ഇവരുടെ അടുത്തെന്താണ് ഈ 80% എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തീർച്ചയായിട്ടും 20 റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സ് നമ്മൾ അവരേ ഉള്ളൂ മാർക്കറ്റിൽ. പ്രൊമോട്ടേഴ്സ് ഒരു അവരുടെ ഇപ്പൊ കയ്യിലുള്ള 63% ഒരിക്കലും ട്രേഡബിൾ അല്ല. അത് അവരുടെ റൂളിംഗ് പവറാണ്, ഡിവിഡൻ ഇൻകമാണ്. അതൊന്നും പറഞ്ഞുതരാം, അതിൽ തന്നെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനും പ്രൊമോട്ടേഴ്സ് ഉള്ളൂ. പ്രൊമോട്ടേഴ്സിന്റെ കയ്യിൽ 80% ഉണ്ട്, റീറ്റെയിൽ എന്റെ 20% ഉണ്ട്. ആര് വെക്കുമ്പോഴാ താഴോട്ട് പോകുക? 500 കോടിക്കും 1000 കോടിക്കും വൺ വൈറ്റ് സോൾജറും ഡാർക്ക് ക്ലൗഡ് കവറും വരിക ആര് വെക്കുമ്പോഴാ? അതായത് ബുള്ളി സ്കാനും ബെയർ സ്കാനും 5000 കോടിയുടെ വരുമ്പോ അവര് വെക്കുമ്പോഴാണ് വരിക. ഓക്കെ, ഇത് നമുക്ക് ഫണ്ടമെന്റലിലൂടെ കണ്ടെത്താൻ പറ്റും. ഒരിക്കലും സുഹൃത്ത്, അത് ലോജിക്ക് പറഞ്ഞു തരാണ്. ഓക്കെ, അതുപോലെ തന്നെ അവരുടെ ബൈ സെൽ, നമ്മൾ കേൾക്കാറുണ്ട് JP Morgan 5000 കോടിക്ക് ബൈ ചെയ്തു. പക്ഷെ ആ സ്റ്റോക്കിൽ നിങ്ങൾ ബൈ ചെയ്ത് കഴിഞ്ഞാലോ നിങ്ങൾക്ക് നഷ്ടമുണ്ട്. കാരണം ഈ ന്യൂസ് വന്നാൽ ചിലപ്പോൾ അവർ അടുത്ത മാസമായിരിക്കും ബൈ ചെയ്യുക. അത് ഏത് സമയം ബൈ ചെയ്തെന്ന് നമുക്ക് ചാർട്ട് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. 5000 കോടിക്ക് ബൈ ചെയ്തെന്നുള്ള ന്യൂസ് വന്നു, നിങ്ങൾ പോയിട്ട് അന്ന് ആ സ്റ്റോക്ക് മേടിച്ചു. ആ സമയത്ത് ആ സ്റ്റോക്ക് താഴോട്ടാണ് പോകുന്നത്. കാരണം എന്താ? സ്മാർട്ട് മണി എപ്പോഴാണ് ഇത് ബൈ ചെയ്യാന്ന് പറഞ്ഞാൽ ചാർട്ട് നോക്കിയിട്ട് ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടായിരിക്കും ബൈ ചെയ്യുന്നുണ്ടാവും. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇത് യുക്തിയാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. അവരുടെ ബൈയിങ് ഒരിക്കലും എല്ലാവർക്കും ഈ പറയുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ, അതായത് ബൈ ചെയ്ത് ചിലപ്പോൾ 5 മാസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ന്യൂസിൽ വരിക, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും വരിക. ചിലപ്പോൾ ബൈ ചെയ്യാൻ പോകുന്നുള്ളത് അവര് ബൈ ചെയ്യാൻ പോകുന്ന ന്യൂസ് വിട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ബൈ ചെയ്യുക. മനസ്സിലാവല്ലോ? അപ്പൊ അവരുടെ രഹസ്യങ്ങൾ ഭൂമിയിൽ ഒരാൾക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത്രയും ചാർട്ട് അനലിസ്റ്റുകൾ വർഷങ്ങളോളം ഗവേഷണം നടത്തിയത്. ദയവായിട്ട് മനസ്സിലാക്കുക. ഓക്കെ,
ഒരിക്കലും നിങ്ങൾക്ക് ഫണ്ട് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അറിയോ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരുപാട് ഗ്രൂപ്പുകളിൽ ഈ പഠിച്ചു വെച്ചുകൊണ്ട് പ്രീമിയം ട്രാൻസാക്ഷനും വേവ്സും മാസ്റ്റേഴ്സും പഠിച്ചു വെച്ചുകൊണ്ട് നിങ്ങളോട് ഫണ്ടമെന്റൽ കഥകൾ പറഞ്ഞിട്ട് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ ടൈപ്പ് ആളുകളുണ്ട്, അതെനിക്കറിയാം. വരവരച്ച് നിങ്ങളെ കൊണ്ട് ട്രേഡ് ചെയ്തിരിക്കുന്ന ആളുകളുണ്ട്, അതെനിക്കറിയാം. അവർ വേവ്സിന്റെ ചാനലിംഗ് ആണ് വരക്കുന്നത്, വേവ്സ് പഠിച്ച ആളുകളാണ്. ബോധപൂർവ്വം ചെയ്യുന്നതാണ് കണ്ടന്റിന് വേണ്ടിയിട്ടും അതുപോലെ കൺഫ്യൂഷൻ ആക്കണം. അപ്പൊ നിങ്ങളെ കൊണ്ട് കത്തിക്കുന്നത് പൈസയാണ് ആക്ച്വലി. അപ്പൊ ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കുക പുതിയ സുഹൃത്തുക്കളെ, NSE അക്കാഡമി പോവുക, പഠിച്ചതിന് ശേഷം മാത്രം ചെയ്യാം. വളരെ ഡേഞ്ചർ സംഭവമാണ്. കാരണം ആ ഗ്രൂപ്പുകളിൽ 80% നിങ്ങൾ മനസ്സമാധാനത്തോടെ ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. ഓപ്ഷൻ ചെയ്യില്ലാന്ന് പറയും, പക്ഷെ സ്വിംഗിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലോസ് വരുന്നത്. 3 ലക്ഷം 5 ലക്ഷം. അവിടെ പ്രീമിയം പ്രൈസ് ആക്ച്വലി 10ാമത്തെ വീഡിയോസ് ഉണ്ട്. കറക്ഷൻ എന്ന് പറയുന്നത് ബാറ്റ റിലാക്സോ 10 വർഷം മുതൽ 15 വർഷം വരെ കറക്ഷൻസ് എന്ന് പറഞ്ഞാൽ താഴോട്ട് പോകും സഹോദരൻ. 15 വർഷം വരെ താഴോട്ട് പോകും. അപ്പൊ നിങ്ങളെ 3 ലക്ഷം 5 ലക്ഷം അവിടെ പോയി നിങ്ങൾ മാനസികമായിട്ട് വെറുത്തു പോകും മാർക്കറ്റിനാ. അപ്പൊ മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയ ഒരു സംഗതിയാണ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന സംഭവമാണ്. അപ്പൊ ദയവ് ചെയ്തിട്ട് അതിനെ സിമ്പിൾ സിറ്റിയിൽ എടുത്തുകൊണ്ട് നിങ്ങൾ ആ രീതിക്ക് ചെയ്തു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ. ഓക്കെ, ആ തുടക്കത്തിലൊന്നും പഠിക്കുന്ന സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ 5,000 10,000 ക്വാണ്ടിറ്റി എടുത്ത് മെച്ചൂർ ആവാനുള്ള സമയമുണ്ട്. ഇവിടെ ഒരു തൈനട്ടെത്തങ്ങാവുന്ന സമയമുണ്ട്. അത് 6 മാസമൊക്കെ എടുക്കും. ആ സമയമൊക്കെ നിങ്ങൾ ഈ സുഹൃത്തുക്കൾ എന്താ ചെയ്യുന്നത്? യൂട്യൂബിലൂടെ പഠിച്ച് 2020 ഹൈലി വാലിഡ് ഇൻഫർമേഷൻ ആണ് അതിലൂടെ മാർക്കറ്റിനെ കുറിച്ച് പഠിച്ചത്. അത് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിന് അകത്താ വരുന്നതെന്ന് പറഞ്ഞില്ല എങ്കിൽ കൂടെ അത് പഠിച്ചതിന് ശേഷം അവർ തോന്നിയ പോലെ ട്രേഡ് ചെയ്തിട്ട് അവരൊക്കെ ചീത്ത വിളിക്കുക. കാരണം അന്ന് തങ്ങളോട് പഠിക്കണേ അത് ഇൻഫർമേഷൻ ആ സഹോദര. NSന്റെ കണ്ടന്റ് ഒരു ഭൂമിയിൽ ആരെങ്കിലും ഇടുക? നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നത്? അപ്പൊ ഞാനത് ന്യായീകരിക്കുകയല്ല. ഞാൻ പറഞ്ഞു വരുന്നത് ആ കൂട്ടത്തില് നിങ്ങൾ അത് പഠിച്ചുകൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്തിട്ട് അയാളെ ചീത്ത വിളിക്കണം ഒരു കാര്യമില്ല. അത് പഠിച്ചുകൊണ്ട് യുക്തിയുള്ള ആളുകൾ എന്താ ചെയ്യുക? സോഷ്യൽ മീഡിയയിൽ ഇടുകയല്ല NSE കാണൽ. പഠിച്ചുകൊണ്ട് നിങ്ങൾ അതിന്റേതായ രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി. മനസ്സിലായല്ലോ? അങ്ങനെ ടീമിനെ ഞാൻ കാണുന്നുണ്ടാവും. അപ്പോ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞു വരുന്നത്? സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്ത് ഡിവിഡൻഡ് നേടാൻ FIDA ചാർട്ട് മണി പ്രൈസ് ചാർട്ട് പഠിച്ചാൽ മാത്രമേ സാധിക്കുള്ളൂ. അതാണ് നമ്മൾ പറയാൻ കാരണം. അതിന്റെ കാരണം എന്താ? ഇത് നിങ്ങൾക്ക് എന്താ കാണിച്ചത്? ഹോൾഡിങ്സ് അവരുടെ കയ്യിലാണ് കൂടുതൽ ഉണ്ടാവും. മിഷ്ടാൻ ഫുഡ്, ഓല, പട്ടേൽ എഞ്ചിനീയറിംഗ് പോലുള്ള സ്റ്റോക്കുകൾ ഒരിക്കലും നിങ്ങൾക്ക് FIDA എന്ന് പറഞ്ഞ സാധനത്തിന് കാണാം. FIDA എന്ന സാധനത്തിന് കാണാൻ പറ്റില്ല, സ്മാർട്ട് മണി കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് പ്രീമിയം ലാർജ് ക്യാപ്പ് ഏത് സ്റ്റോക്ക് എടുത്ത് പോയി കഴിഞ്ഞാലും അവരാണ് ഉണ്ടാവുക. 80% അവരുടെ കയ്യിലുണ്ടാവും, 20 നമ്മുടെ കയ്യിലുണ്ടാവും. ഒരു ഉദാഹരണം നമ്മൾ നോക്കുന്നത്. ടോട്ടൽ നെസ്ലയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് എത്രയാണ്? 62% ആണ്. 62%ൽ തീർച്ചയായിട്ടും എത്രയാണ്? 33 അതായത് 33% സ്മാർട്ട് മണിയുടെ കയ്യിലാണുള്ളത്, 15% നമ്മുടെ കയ്യിലാണുള്ളത്. അപ്പൊ ഈ 65% എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ പറഞ്ഞത്? ഇവിടെ ഉണ്ട് 62% എന്ന് പറഞ്ഞാൽ ടോട്ടൽ 100. ഇത് സെക്കൻഡറി മാർക്കറ്റിലോ പ്രൈമറി മാർക്കറ്റിലോ ട്രേഡ് ചെയ്യപ്പെടുന്ന സംഗതിയേ അല്ല. ഇത് കംപ്ലീറ്റ് ഉണ്ടാവുക സ്മാർട്ട് മണിയുടെ, അതായത് ഈ പ്രൊമോട്ടേഴ്സിന്റെ കയ്യിലാണ്. കമ്പനീന്റെ ബിസിനസ് ഓണേഴ്സിന്റെ കയ്യിലും അതുപോലെ തന്നെ ആ സംബന്ധപ്പെട്ട ആളുകളുടെ കയ്യിലും. ഓക്കെ, ഇത് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നല്ല കമ്പനികളുടെ മാക്സിമം 50-ൽ നിൽക്കും. 50-ന്റെ താഴോട്ടുണ്ട് അതിൽ എടുക്കുക, ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. 50-ന്റെ താഴോട്ടാണ് ആ കമ്പനിയുടെ ഹോൾഡിങ്സ് എന്ന് പറഞ്ഞാൽ പ്രൊമോട്ടേഴ്സിന്റെ ഹോൾഡിങ്സ് എന്ന് പറഞ്ഞാൽ എടുക്കാതിരിക്കുക. പ്രൊമോട്ടർ ഹോൾഡിങ്സ് 70 72 ടാറ്റന്റെ ഉണ്ടാവും. അതെന്താണ്? സൂപ്പർ കമ്പനികളാണ്. അപ്പോ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് 50 അതിന്റെ മുകളിലോട്ട് മാക്സിമം, അതായത് മിനിമം 50 ഒക്കെ, അതിൽ കുറയാൻ പാടില്ല. അവിടെ ഞാൻ പറഞ്ഞു വന്ന 50 62. ഇവിടെ ഇപ്പൊ 62 എന്ന് പറയുന്നത് ട്രേഡബിൾ അല്ല. അത് ഓണർഷിപ്പ് ഒന്നാമത് അവരുടെ റൂളിംഗ് പവർ ആണ്. രണ്ടാമത്തെ പറയുന്നത് ഡിവിഡൻഡ്. ഒരു പവർ ഓഫ് റൂളിംഗ് ആണ്. അതുകൊണ്ട് ഡിവിഡൻഡ് ഇംഗത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ കാര്യം എന്താണ്? ബാക്കിയുള്ള 48% ഷെയർ പുറത്തുണ്ട്. ഓക്കെ, സെക്കൻഡറി മാർക്കറ്റ് ട്രേഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇത് ഏകദേശം 200 കോടി ഷെയർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ഈ 48%-ൽ 33 ആരുടെ? സ്മാർട്ട് മാന്റെ കയ്യിലുള്ളത്. തീർച്ചയായിട്ടും റിട്ടേലേഴ്സിനാണ് കൂടുതലാണ്. അത് 80% ആണ്, റിട്ടേലേഴ്സിന് 20% ആണ്. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു ഗുഡ് ന്യൂസ് ബാഡ് ന്യൂസ് ഉണ്ടെങ്കിൽ അത് അവർക്ക് അറിയാൻ പറ്റും, മുൻകൂട്ടി അറിയാൻ പറ്റും, ഇന്റേണൽ ആയിട്ട് അറിയാൻ പറ്റും. ഇപ്പൊ ട്രംപിന്റെ ന്യൂസുകളും കമ്പനിയുടെ കംപ്ലീറ്റ് DNA ആരുടെ കയ്യിലുണ്ടാവുക? സ്മാർട്ട്മാന്റെ കയ്യിലുണ്ടാവുക. അവർ ഇതിനായിട്ട് നടക്കുന്ന അവരുടെ തൊഴിലാണ്. ലക്ഷം കോടികൾ കൊണ്ടാണ് അവർ മാർക്കറ്റ് ഭരിക്കുന്നത്. ഓക്കെ, ഒരു കമ്പനിയുടെ ലാർജ് ക്യാപ് കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് 1 ലക്ഷം കോടി. ഇവിടെ നമുക്ക് എന്താ കാണാൻ പറ്റുന്നത്? ഇവിടെ ഞാൻ ഒരു കാര്യം പറയില്ല, ഇത് അല്ല, 1 ലക്ഷം കോടി രൂപയാണ് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. അത്രയും പൈസ ഒറ്റ ദിവസം മാർക്കറ്റിൽ ഇട്ട് വലിക്കുന്നത് ഞാൻ നിങ്ങളുടെ പൈസയാണ്, ഒരിക്കലല്ല, സ്മാർട്ട് മണിയുടെ പൈസയാണെന്ന് മനസ്സിലാക്കുക. ഒരു ദിവസം 1 ലക്ഷം കോടിയാണ്. 10 അല്ല, 5 അല്ല, 100 അല്ല, 50 അല്ല, 1 ലക്ഷം കോടി. ഓക്കെ, അപ്പൊ അത്രയും എന്താ പറയാ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നവരാണ്. പ്രൊമോട്ടേഴ്സ് ഇവിടെ റോളില്ല. ഓക്കെ, കംപ്ലീറ്റ് സ്മാർട്ട് മണിയാണ് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പൊ അവരെ ഒരിക്കലും നിങ്ങൾക്ക് ഫണ്ടമെന്റൽസിലൂടെ ജീവിതത്തിൽ അവരുടെ രഹസ്യങ്ങൾ പഠിക്കാൻ പറ്റില്ല സഹോദര. അത് വെറുതെ നേരം പോക്കിന് പറയുന്നതാണ്. അതാണ് നിങ്ങൾ തോൽക്കാനുള്ള കാരണം. ഇവിടെ നമ്മൾ വേറൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയറിങ്ങിനെ കുറിച്ച് നാളെ ആർഗ്യുമെന്റ്. അപ്പൊ തീർച്ചയായിട്ടും 200 കോടിയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ഷെയർ നെസ്ലയുടെ. ഓക്കെ, അപ്പൊ 1500 വിലയെങ്കിൽ അതിനനുസരിച്ചുള്ള മാർക്കറ്റ് ക്യാപ്പ് ഉണ്ടാവുക. മാർക്കറ്റ് ക്യാപ്പിനെ കുറിച്ച്
തീർച്ചയായിട്ടും അത് 1000ത്തിലേക്ക് പോകുമ്പോൾ അത് കുറയും, 2000ത്തിലേക്ക് പോകുമ്പോൾ കൂടും. അപ്പൊ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എന്താണ്, മാർക്കറ്റ് പ്രൈസിന് അനുസരിച്ചിട്ട് കൂടുകയും കുറയുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, 80%ഉം ഹോൾഡിങ്സ് ആരുടെ കയ്യിലുണ്ടാവുക? സ്മാർട്ട് മണിന്റെ കയ്യിലാണ് ഉണ്ടാവുക. അപ്പൊ അവരാണ് മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യുന്നത്, അവരിലാണ് കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സ്മാർട്ട് മണി പ്രൈസ് ചാർട്ട് ടെക്നിക്കൽ അനാലിസിന് ബേസ് ഫോം ആണ്. തീർച്ചയായിട്ടും ഇതാരാ പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഫാദർ ഓഫ് ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത്? ഉം, ഉം. അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഫാദർ ഓഫ് ടെക്നിക്കൽ അനാലിസിസ് പറയപ്പെടുന്നത്? തീർച്ചയായിട്ടും ഇദ്ദേഹമാണ് കംപ്ലീറ്റ് ഗവേഷണം നടത്തിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഇദ്ദേഹം മുതൽ ഗ്ലെന്നീലി വരെ 1980-ലാണ് ഗ്ലെന്നീലിയുടെ വേവിന്റെ ഇത് വന്നത്, ഹയർ വേർഷൻ. അപ്പൊ ഇവരൊക്കെ വർക്ക് ചെയ്ത് എന്തുകൊണ്ടാ സുഹൃത്തെ? ഫണ്ടമെന്റലിലൂടെ നമുക്ക് പൈസ കിട്ടുമെങ്കിൽ ന്യൂസ് റിസൾട്ട് അനുസരിച്ച് അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ട് ഒരിക്കലും ട്രേഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാകുന്ന അങ്ങനെ കിട്ടുമെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കമ്പനികളുടെയും ഫണ്ടമെന്റൽ ന്യൂസുകളുടെയും ഗുഡ് ന്യൂസ് വാല്യൂസ് അടിസ്ഥാനത്തിലുള്ള സ്മാർട്ട് മണിയുടെ എല്ലാ ബൈങ് സെല്ലിങ്ങിനെയും, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ക്ഷമിക്കണം, അത് മലയാളം ടൈപ്പ് ചെയ്യുമ്പോൾ ഇതാണ്. അതേസമയം പ്രൈസ് ചാർട്ടിൽ വിലയിലൂടെ ക്യാൻഡിൽസിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഇവിടെ ഇദ്ദേഹം പറയുന്നത് എന്താ, നമ്മൾ നോക്കുന്നുണ്ട് ടെക്നിക്കൽ ട്രേഡേഴ്സ് നമ്മളെ, അതായത് ഇപ്പൊ ഫണ്ടമെന്റൽ ട്രേഡേഴ്സിനേക്കാൾ കൂടുതൽ വൃത്തിക്ക് ഫണ്ടമെന്റൽ നോക്കുന്ന ആരാണ്? ടെക്നിക്കൽ ട്രേഡേഴ്സ്. അതെങ്ങനെ? ലൈവായിട്ട് സ്പോട്ടിലാണ് നോക്കുന്നത്. ഓക്കെ, ഇവിടെ രാഷ്ട്രീയ എക്സ്പോ, യെസ് ബാങ്ക് ഒക്കെ പോകുമ്പോൾ ആദ്യം അറിയാറ് ഫണ്ടമെന്റൽ ട്രേഡേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടന്റുകൾക്ക് മനസ്സിലാവില്ല. അത് ആദ്യം അറിയാതിരിക്കാന്ന് ടെക്നിക്കൽ ട്രേഡേഴ്സിനാണ്. അവര് എല്ലാ ഈ പറഞ്ഞ ഫണ്ടമെന്റൽ ന്യൂസിനെ, കമ്പനിയുടെ നെഗറ്റീവ് റിസൾട്ട് അനുസരിച്ച്, പോസിറ്റീവ് റിസൾട്ട് അനുസരിച്ച്, GDP സൈക്കിൾ, വോർ, ഇൻഫർമേഷൻ ഇന്റേണൽ അനുസരിച്ച് കൊണ്ട് സ്മാർട്ട് മണി സ്റ്റോക്കുകളിൽ ബൈസെല് ചെയ്യുമ്പോൾ അത് ലൈവായിട്ട് പ്രീമിയം ക്യാൻഡൽസിലൂടെ, സ്മാർട്ട് മണിയുടെ ക്യാൻഡൽസിലൂടെ, മറ്റേ ക്യാൻഡൽസിലൂടെ നമുക്ക് കാണാൻ പറ്റില്ല, സ്മാർട്ട് മണിയുടെ ക്യാൻഡൽസിലൂടെ ലൈവായിട്ട് ആദ്യം കാണുന്ന ആരാ? ടെക്നിക്കൽ അനലിസ്റ്റുകളാണ്. ആ പഠിച്ച ആളുകളാണ് ആദ്യം അവർക്ക് കാണാൻ പറ്റും. അവർക്ക് 1 മിനിറ്റ് കാണാൻ പറ്റും, 1 മണിക്കൂർ, ഒരു ദിവസത്തിൽ കാണാൻ പറ്റും. അപ്പൊ ബൈയിങ് ആണെങ്കിൽ സ്മാർട്ട് മണി ബൈ ചെയ്യുമ്പോൾ ആദ്യം ഇൻഫർമേഷൻ കിട്ടുന്നത് ഇവർക്കാണ്, ഫണ്ടമെന്റലിസ്റ്റുകൾക്കല്ല. സ്മാർട്ട് മണിയുടെ ബൈയിങ് സെല്ലിംഗ് ലൈവ് ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, കാണാൻ കഴിയും. ഇതാ ഒന്നാമത്തെ കൂടെ. അതായത് ഇത് പച്ച മലയാളത്തിൽ പറഞ്ഞു തന്നാണ്, എല്ലാ ഫണ്ടമെന്റൽസിനെയും വില ഡിസ്കൗണ്ട് ചെയ്തുകൊണ്ട് ലൈവ് ആയിട്ട് നമുക്ക് കാണിച്ചു തരും. ക്ലിയർ ആയല്ലോ? രണ്ടാമത്തെ എന്താണ്, എല്ലാ സ്റ്റോക്കുകളുടെയും സെക്ടർ ഇൻഡെക്സിന്റെയും മാർക്കറ്റ് ഇൻഡെക്സിന്റെയും വില ഇദ്ദേഹം പറഞ്ഞാണ്. ഇത് രണ്ടാമത്തും വില അതായത് ആദ്യം വില എന്താണ്? സ്റ്റോക്കുകളാണ്. സ്റ്റോക്ക് മാർക്കറ്റ് തീർച്ചയായിട്ടും നമ്മൾ ടെക്നിക്കൽ പഠിക്കുന്നുണ്ട്. ആദ്യം സെക്ടർ ഇൻഡെക്സ് ആണ്, പിന്നെ അതിന്റെ രീതിയിൽ ലാർജ് ക്യാപ്പ്, പിന്നെ മിഡ് ക്യാപ്പ്, പിന്നെ സ്മോൾ ക്യാപ്പ്, അങ്ങനെ ആ ഓർഡറിലാണ് വരിക. എല്ലാ സ്റ്റോക്കുകൾ കഴിഞ്ഞാൽ പിന്നെ എന്താണ്, ആദ്യം നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? സ്റ്റോക്കുകളിലുള്ള ബൈയിങ്ങിന് ഡിപ്പെൻഡ് ചെയ്ത്, ഇപ്പൊ ഈ ഫിൻ നിഫ്റ്റിയിൽ 100 സ്റ്റോക്ക് ഉണ്ടെങ്കിൽ 90 സ്റ്റോക്കിലും സ്മാർട്ട് മണി ബൈ ചെയ്യുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി എന്ത് ചെയ്യും? മുകളിലോട്ട്. അപ്പൊ ഫിൻ നിഫ്റ്റിയിൽ അതുപോലെ IT, പല പല നിഫ്റ്റി ഓട്ടോ ITL ഉണ്ട്. അതെല്ലാം കൂടി ഇതിൽ 90% സെക്ടർ ഇൻഡെക്സ് മുകളിൽ പോകുകയാണെങ്കിൽ നിഫ്റ്റി മുകളിൽ. അപ്പൊ താഴോട്ടാണെങ്കിൽ അങ്ങനെ തന്നെ തിരിച്ചു. ഓക്കെ, എല്ലാ സ്റ്റോക്കുകളാണ് ആദ്യം വില. സെക്ടർ ഇൻഡെക്സിന്റെയും മാർക്കറ്റ് ഇൻഡെക്സിന്റെയും വില എല്ലാ ടൈം ഫ്രെയിമിലും അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ് എന്നീ രണ്ട് സൈക്കിൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആക്ച്വലി ഇത് വേവ്സിന്റെ ഹയർ വേർഷൻ. ഇതിൽ നിന്നാണ് വേവ്സ് ഡെവലപ്പ് ആയെന്നുള്ളത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നിങ്ങൾക്ക് പല കാണാം, ഫേസ് 1, ഫേസ് 2, അതിൽ തന്നെ പറയുന്നുണ്ട്. നമ്മള് റീറ്റെയിലേഴ്സ് ഒരു ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുക, കറക്ഷൻ എത്തുമ്പോഴാണ് അത് ആരെങ്കിലും, സോറി, ചാർലീസോ പണ്ടേ പറഞ്ഞു നമ്മളിപ്പോ ചെയ്യുന്ന കാര്യം എന്ത്, ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുക, കോൾസ് വരിക, നിങ്ങൾ അവിടെ പോയി വാങ്ങുന്ന നേരമാണ് കറക്ഷൻ തുടങ്ങുക, നമ്മൾ എന്ത് ചെയ്യും? മൈനസിലോട്ട്. തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കൾ, ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ, തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളാണ്, നമ്മളെല്ലാവരും കാണലുണ്ട്. ആരും ചിലപ്പോൾ നമ്മളെ തന്നെ ലോസിലുള്ള ആളുകളുണ്ടാവും, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തന്നെ. അപ്പൊ അതിന്റെ കാരണം ഇതാണ്. നിങ്ങൾക്ക് ഫണ്ടമെന്റലി വ്യക്തവും കൃത്യമായിട്ട് അറിയാം, ചാർട്ടിനെ കുറിച്ച് അറിയാൻ പാടില്ല. അതാണ് ചാർട്ടിനെ കുറിച്ച് ഇവിടെ നിന്നാലും പഠിച്ചുകൊണ്ട് മാത്രം ആഗ്രഹം കൊണ്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടുന്ന് 1, 2, 3, 4, 5, അതിനുശേഷം ABC വരും. ഇതെന്താണ്? ചാർലി സ്റ്റോ പണ്ട് എല്ലാത്തിനും ബേസ്, ഫാദർ ഓഫ് ടെക്നിക്കൽ അനാലിസിസ് ചാർലി സ്റ്റോ ആണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കോട്ട് ഈ ഫണ്ടമെന്റലിലെ കോട്ടാണ് സുഹൃത്തുക്കൾ, നിങ്ങൾ പിടിച്ചോ. വേൾഡ് വാർ, GDP സൈക്കിൾ, അതനുസരിച്ച് സ്മാർട്ട് മണിയാണ് മാർക്കറ്റ് ഭരിക്കുന്നത്. 80% അവരുടെ കയ്യിലുള്ള ഒരു തർക്കമില്ലാത്ത കാര്യമല്ല. IPL കോട്ട് ആർക്ക് കിട്ടും? ഏറ്റവും കൂടുതൽ അവർക്ക് കിട്ടും. ഓക്കെ, അതുകൊണ്ട് IPL ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓലയിൽ എന്താ ഇപ്പൊ താഴെ കിടക്കും. ഓലയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിരവധി സുഹൃത്തുക്കളുണ്ട്. അതുപോലെ തന്നെ ഈ ട്രേഡിംഗിൽ ലോസ് വന്ന് എല്ലാവർക്കും അറിയാം ഉണ്ട്. അത് റെയർ ആയിട്ടേ കിട്ടുന്നുള്ളൂ. കമ്പനികളുടെ എല്ലാ ഫണ്ടമെന്റൽ ന്യൂസുകളെയും കമ്പനിയുടെ റിസൾട്ട് പോസിറ്റീവ് അനുസരിച്ചുള്ള സ്മാർട്ട് മണി ബൈങ്ങിനെ ലൈവ് ആയിട്ട് കാണാൻ പറ്റും. ടെക്നിക്കൽ അനാലിസ്റ്റുകൾക്ക് ചാർട്ടിലൂടെ കാണാൻ പറ്റും.
ഇപ്പൊ ഞാൻ കണ്ടില്ല നിഫ്റ്റി ഓട്ടോ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സെക്ടറും ഡൗണും റേഞ്ച് ബൗണ്ടാണ്. നിഫ്റ്റി ഓട്ടോ നമുക്ക് വേവ്സ് കാണിച്ചു തന്ന സ്പോട്ടിൽ അവിടെ MNM ട്രേഡ് എടുത്തു. തീർച്ചയായിട്ടും അത് കഴിഞ്ഞു. ഇതെന്താണ് എല്ലാ സെക്ടറുകളുടെയും മാർക്കറ്റ് ഇൻഡെക്സിന്റെയും വില എല്ലാ ടൈം ഫ്രെയിമിലും അപ് ട്രെൻഡ് ഡൗൺ ട്രെൻഡ് എന്നീ രണ്ട് സൈക്കിളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഇവിടെ ഇതിന്റെ ബേസ് ഫോം പിന്നെ ഇതിന്റെ ഹയർ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒന്നാമത്തത് ഇതാണ് 1, 2, 3, 4, 5. ഓക്കെ, അവിടെ ഇവിടെ പല പ്രൈമറി ട്രെൻഡ് അങ്ങനെ പല പേരുണ്ട്. അതൊന്നും നമുക്ക് വേവ്സിൽ 1000 അപ്പുറമുണ്ട്. ഇവിടെ നിന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് നമ്മുടെ ചെവി ആവശ്യമില്ല. ഇവിടെ നമുക്ക് ചെവി പൊത്തണം. കാരണം എന്താ, ട്രേഡ് എടുത്തുകൊണ്ടിരിക്കെ നിങ്ങൾ പൊസിഷൻ എടുത്തിരിക്കെ പെട്ടെന്ന് ആ സ്റ്റോക്കിന്റെ ഒരു നെഗറ്റീവ് ന്യൂസ് വന്നാൽ അത് നിങ്ങളെ മാനസികമായിട്ട് ബാധിക്കും. നമ്മുടെ കൂടുതൽ ഓപ്ഷൻ ചെയ്തിട്ടും പഠിക്കാതെ ഓപ്ഷൻ ചെയ്തുകൊണ്ടും പഠിക്കാതെ സ്റ്റോക്ക് ചെയ്തുകൊണ്ടും പെന്നി സ്റ്റോക്ക് ചെയ്തുകൊണ്ടും മാനസികമായിട്ട് സ്ട്രെസ്, പണം നഷ്ടപ്പെട്ട് സ്ട്രെസ് അടിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ട്രേഡിംഗ് ഒഴിവാക്കിക്കളെ. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് മാത്രം ചെയ്യുക. അതിനും ഫണ്ടമെന്റൽ ടെക്നിക്കൽ പഠിക്കണം. എങ്കിൽ കൂടെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ചിലർക്കും പറ്റില്ല. പക്ഷെ സ്വിംഗ് ട്രേഡിംഗ് എല്ലാവർക്കും പറ്റും. പക്ഷെ അതെന്താ, നിങ്ങൾക്ക് വ്യക്തവും കൃത്യമായിട്ട് ആ മാസ ടൈം ഫ്രെയിമിലുള്ള ക്യാൻഡിൽസ് നോക്കിയാൽ റെഡ് ക്യാൻഡിൽ വ്യക്തവും കൃത്യമായ 28 പ്രീമിയം അത് ഞാൻ പഠിച്ചുതരാം, പറഞ്ഞുതരാം അങ്ങോട്ട്. ഇവിടെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെവി അടച്ചു വെക്കണം. നിങ്ങൾ പൊസിഷൻ എടുത്തിട്ട് ഇതിന്റെ ഫണ്ടമെന്റൽസ് നിങ്ങൾ ടെൻഷൻ ആയിക്കളെ. കാരണം എന്താ, ഇവിടെ ചെവി അടച്ചുകൊണ്ട് കണ്ണുകൊണ്ടാണ് തലച്ചോറ് കൊണ്ടാണ് നമ്മളത് നോക്കട്ടെ. അത് മാത്രം മതി സഹോദരൻ, ഞാൻ കാണിച്ചു തരാം. ഇവിടെ വേവ്സ് 1, 2, അപ്പോൾ 2 നിങ്ങൾ ട്രേഡ് എടുത്ത് 3 പോവാണെങ്കിൽ ആ പോകുന്ന വഴിക്ക് 25,000 ന്യൂസ് വരും. ഞാൻ പറഞ്ഞല്ലോ, ടാറ്റാ ലെക്സി 5 ലക്ഷം രൂപയ്ക്ക് മേടിച്ച് ഒരിക്കലും നമ്മൾ ഫണ്ടമെന്റൽ നോക്കുന്ന ആളുകളാണെങ്കിൽ 1 കോടി വരെ വെക്കുകയില്ല. വേവ്സിൽ വ്യക്തവും കൃത്യമായ ടാർഗറ്റ് ഉണ്ട്. പ്രീമിയം പ്രൈസ് ആക്ഷൻ വേവ്സിന്റെ മുകളിൽ എടുക്കാൻ വ്യക്തവും കൃത്യമായ 13% ടാർഗറ്റ്. അവിടെ എത്തിയ ക്യാൻഡിൽസ് വിളിച്ച് കാണിച്ചാലും ഇറങ്ങിപ്പോകുന്നതാണ്. ആ സ്പോട്ടിൽ ഇറങ്ങാം, പരിപാടി ഉണ്ട്. അത് തന്നെ നിങ്ങൾക്ക് 15 മിനിറ്റ് എടുക്കാം, 1 മണിക്കൂറിൽ എടുക്കാം. അതാണ് ടെക്നിക്കലിന്റെ ഗുണം തീർച്ചയായും. അപ്പൊ ഇതിവിടെ കഴിഞ്ഞു. എല്ലാം പറഞ്ഞു, വ്യക്തവും കൃത്യമായി പറഞ്ഞു. ഇതെല്ലാം നോട്ട്സ് എഴുതുക. എങ്കിലേ നിങ്ങൾക്ക് മുമ്പോട്ട് പറയുന്ന വീഡിയോസിൽ വിശ്വാസവും നമ്മൾ ദൈവത്തിൽ വിശ്വാസത്തിന്റെ ജീവിതത്തിൽ വിജയിക്കുള്ളൂ. എഴുതി വെച്ചോ. ഇത് ഞാൻ പറഞ്ഞല്ല, ചാനൽ അതായത് ഈ പറഞ്ഞ എല്ലാം പ്രഗത്ഭരായ ആൾ പറഞ്ഞതാണ്. ടെക്നിക്കൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചാർട്ടിലൂടെ ഫണ്ടമെന്റലും ടെക്നിക്കലും കാണാൻ പറ്റുള്ളൂ. ക്ലിയർ ആയല്ലോ. FOIDI സ്മാർട്ട് മണി പ്രൈസ് ചാർട്ട് എഡ്യൂക്കേഷൻ ആണ് എന്ത് പ്രീമിയം പ്രൈസ് സബ്ജക്ട് 1. അതിൽ നിങ്ങൾ എവിടുന്ന് പഠിച്ചാലും ചാപ്റ്റർ 1 എന്ത് പഠിക്കുക, ഫണ്ടമെന്റൽസ് പഠിക്കുക. ചാപ്റ്റർ 2 നമ്മൾ ടെക്നിക്കൽ പഠിക്കുക. അപ്പൊ ടെക്നിക്കലില് എന്താണ്, സ്മാർട്ട് മണിയുടെ എഡ്യൂക്കേഷൻ ആണ് വരുന്നത്. അത് ഒത്തിരി കാര്യങ്ങൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് എഴുതുന്നുള്ളൂ. എന്താണ്, ടൈം ഫ്രെയിം, ടൈമാണ് ഇമ്പോർട്ടന്റ്. പിന്നെ ക്യാൻഡൽസുകൾ, IPO കഴിഞ്ഞ എന്താണ്, ഹാപ്പി ബർത്ത്ഡേ IPO ആണ്. IPO കഴിഞ്ഞാൽ എല്ലാ സ്റ്റോക്കിന്റെയും ചാർട്ടുകൾ താഴോട്ടാണ് വരിക. അതുകൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്തത് 90% എടുത്തു വയ്ക്കുക, താഴോട്ടാണ് വരിക. 10% രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാവും. അവരാണ് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത്. ഒരിക്കലും ചെയ്യാതിരിക്കുക സുഹൃത്തുക്കളെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇപ്പം ടാറ്റയുടെ ഒരു കമ്പനി IPO വന്നാൽ പോലും നിങ്ങൾ IPO എടുക്കരുത്. കാരണം എന്താ, സ്മാർട്ട് മണിയാണ് തീരുമാനിക്കുന്നത്. വളരെ കുറവാണ്. ഇപ്പൊ നിങ്ങൾ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ എല്ലാം ബ്രേക്ക് ഔട്ട് കണ്ടില്ലേ, ആ ഏരിയ ആണ്. അവിടെ ബ്രേക്ക് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ട്രേഡ് പർപ്പസിൽ ആലോചിക്കുക. പിന്നീട് അത് ലാർജ് ക്യാപ്പ് ആയാൽ മാത്രമേ ഇൻവെസ്റ്റ് പർപ്പസിൽ ആലോചിക്കാൻ പാടുള്ളൂ, ഡിവിഡൻഡ് വേണ്ടിയിട്ട്. ഇതൊക്കെ റൂൾസ് ആണ് ഇതിന്റെ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണ്, ചാപ്റ്റർ 1 ഫണ്ടമെന്റൽ. ടെക്നിക്കലിൽ വരുമ്പോ ഈ ടൈം ഫ്രെയിം, ക്യാൻഡൽസ്, ബോട്ടം, മിഡിൽ, ടോപ്പ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്നും അറിയാത്ത ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതാണ് നിങ്ങൾക്ക് നഷ്ടം വരുന്നത്. സബ്ജക്ട് 1 പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വേവ്സിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, ഇതറിയാതെ അതിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ അകത്ത് വരുന്ന ക്യാൻഡൽസുകളാണ് വരിക. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിന്റെ അകത്ത് വരും. അപ്പൊ പ്രീമിയം പ്രൈസ് ആക്ഷൻ പഠിക്കാതെ ഒരിക്കലും വേവ്സ് പഠിക്കാതിരിക്കും. അപ്പൊ ഇവിടെ പറയുന്നതാണ് സ്മാർട്ട് മണി ക്യാൻഡൽസ്, ടൈം ഫ്രെയിം, അതുപോലെ വാച്ച് ലിസ്റ്റ്, ഓർഡർ ബേസ്, ലാർജ്, മിഡ്, സ്മോൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അഡീഷണൽ വേറെ ഉണ്ട്. ഞാൻ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് മണി ക്യാൻഡൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ എല്ലാ ഡയറക്ഷനും അവരുടെ ഫുട് പ്രിന്റ് ആണ് ഇത്. ഓക്കെ, അവർ 5000 കോടിക്ക് ബൈ ചെയ്ത് അല്ലെങ്കിൽ അതാ കാണാൻ പറ്റുക. അവരെന്ന് പറഞ്ഞാൽ നമ്മളോട് ചാടിക്ക് ഒരു 10 ലക്ഷം 10 ലക്ഷത്തിന് ബൈ ചെയ്യല. അവർ എന്താ പറയാ, സ്ലോയിലാണ് ബൈ ചെയ്യുക. ഓക്കെ, അത് നമ്മളെ പുറത്താക്കിക്കൊണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ എടുത്തു പോകും, മുകളിൽ കൊണ്ടുപോകും, താഴോട്ടും, അങ്ങനെ പല രീതിയിലാണ് ചെയ്യുക. അപ്പൊ ഇവിടെ അവരുടെ ക്യാൻഡൽസ് ഉണ്ട്. അവരുടെ ക്യാൻഡൽസ് മാത്രമേ ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റൂ, ബോട്ടം, മിഡിൽ, ടോപ്പ്. ഓക്കെ, ഈ 3 ഏരിയയിൽ നമ്മൾ വേവ്സിന്റെ കൂടെ വരച്ച വേവ്സിന്റെ ഇത് കണക്ട് ചെയ്തുകൊണ്ടാണ് വരക്കുക. അപ്പൊ തീർച്ചയായിട്ടും 28 പ്രീമിയം ക്യാൻഡൽസ് ഉണ്ട്. അതും ബോട്ടം, മിഡിൽ, ടോപ്പിലാണ് വരിക. അതിൽ സിംഗിൾ, ഡബിൾ, പല ടൈപ്പ് ഓഫ് ക്യാൻഡൽസ് ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 16 സ്മാർട്ട് മണിയുടെ ക്യാൻഡൽസ് കൂടിച്ചേർന്ന് വരുന്ന പ്രീമിയം പാറ്റേൺസ് ഉണ്ട്. ഓക്കെ, പ്രീമിയം പ്രൈസ് ആക്ഷൻ പാറ്റേൺസ് കംപ്ലീറ്റ് വ്യത്യസ്തമാണ്. 16 ഉണ്ട്. അത് ബോട്ടം, മിഡിൽ, ടോപ്പ് ആണ് വരിക. അതുപോലെ തന്നെ എന്താണ്, 5 പ്രീമിയം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ആ പ്രീമിയം ഇൻഡിക്കേറ്റേഴ്സിനെ നമ്മൾ എന്ത് പറയുന്ന, അതായത് അക്കാഡമിക് എഡ്യൂക്കേഷൻ എന്താ അതാണ് യൂസ്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയ പറയുന്ന ന്യൂസ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിന്റെ അടുത്ത് വന്ന് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും അല്ല. പ്രൈസ് ഗ്യാപ്പുകളുണ്ട്. പ്രൈസ് ഗ്യാപ്പിനെ കുറിച്ചൊന്നും അറിയാത്ത ആളുകളുണ്ട്. നിഫ്റ്റിയിലൊക്കെ ഗ്യാപ്പ് അപ്പ് വന്നു കഴിഞ്ഞാൽ അവിടെ ബൈ ചെയ്ത് താഴോട്ട് പോകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ പുട്ട് കോള് ബൈ ചെയ്ത് താഴോട്ട് പോകും. അതുപോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ വന്നു കഴിഞ്ഞാൽ അവിടെ പുട്ട് ബൈ ചെയ്തുകൊണ്ട് അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പൊ ഗ്യാപ്പ് നിർബന്ധമായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട. ഇൻട്രാഡേ ഗ്യാപ്പ് ഉണ്ട്, പല ടൈപ്പ് ഓഫ് ഗ്യാപ്പ് ഉണ്ട്. തീർച്ചയായിട്ടും അത്
കണക്ട് ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾ പഠിച്ച കാര്യത്തോട് കണക്ട് ചെയ്ത് വരുമ്പോഴാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ലാതെ ഒരു പെർട്ടിക്കുലർ ഞാൻ പറഞ്ഞു നിങ്ങളോട് ഓരോരോ വീഡിയോ കണ്ടിട്ട് ഒരു കാര്യമില്ല. തീർച്ചയായിട്ടും എല്ലാം ഒരു സെറ്റ് വീഡിയോ ആയിട്ട് കാണാൻ മനസ്സിലാക്കും. അത് ഇൻഫർമേഷൻ ആയാലും നിങ്ങൾക്ക് അതുകൊണ്ട് എങ്ങനെ എഴുതി തരുന്നത്, അത് ഓർഡർ ബേസ് കാണാൻ എന്തിനെങ്കിലും മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഫോർവേഡ് അടിച്ചു പോയെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അതുപോലെ തന്നെയാണ് മാർക്കറ്റ് സിൻസിയർ ആയിട്ട് പഠിച്ച് ഇൻവെസ്റ്റ്മെന്റിലും ട്രേഡിംഗിലും വിജയിക്കണം എന്നുള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ NSE പോയി ഒരു കണ്ടന്റ് ആയിട്ട് ഒരു കോഴ്സ് ആയിട്ട് എടുത്ത് പഠിക്കുക. സോഷ്യൽ മീഡിയ 2020 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ചതിന് ശേഷം അത് നോട്ട്സ് എഴുതി ജോലി കഴിഞ്ഞ് വന്ന് ഫ്രീ ടൈമിൽ ദിവസം 4 മണിക്കൂർ വെച്ചോ 2 3 മാസങ്ങൾ പഠിക്കണം. അതിനാണ് ടൈം ഫ്രെയിം കൊടുത്തിട്ട് നോട്ട്സ് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും. 100% സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനും പറ്റും. ഫണ്ടമെന്റൽസ് ദയവായിട്ട് ഒഴിവാക്കുക. അതിനാണ് ഞാൻ ഇത്രയും ക്ലാസ് നിങ്ങൾക്ക് തരുന്നത്. അത് എന്റെ അടുത്ത് വന്ന 90% ആളുകളും, ഞാൻ കാണുന്ന ആളുകളും, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നിങ്ങൾ ഫണ്ടമെന്റൽസ് എന്ന് നോക്കുന്നു നിർത്തിയോ അന്ന് മുതൽ നിങ്ങൾ രക്ഷപ്പെടും. പകുതി സമാധാനം ഉണ്ടാവും. മാനസികമായിട്ടാണ് നിങ്ങൾ തകർന്നു പോകും. അപ്പോ ഇത് ദയവായിട്ട് ഞാൻ അനുഭവിച്ച കാര്യം പറഞ്ഞുതരാണ്. പ്രൈസ് ഗ്യാപ്പ്, ചാർലീസ് തിയറി, ഇതിന്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതാണ് ഒരുപാട് അഡീഷണൽ കാര്യങ്ങളുണ്ട്. ഫ്രീ ടൈമാണ് ഞാൻ അതിന്റെ ഇടക്ക് വന്ന് ആ ലൈവ് ഞാൻ ഇന്നലെ രാത്രി മറന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ ആ ലൈവ് ഇട്ട് തന്നത്. അതുപോലെ തന്നെ ഈ ചാർട്ടുകൾ കാണിച്ചു തന്നു. അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇപ്പൊ നിർത്തും. ആ, അതുപോലെ തന്നെ ആര്യനോട് തിയറി. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ടുള്ള ടെക്നിക്കൽ കാര്യങ്ങളാണ് നമ്മൾ മുമ്പോട്ട് പറയാം. പ്രീമിയം ബെസേഷൻ വീഡിയോ കാണാത്ത ആളുകൾ കാണാൻ ശ്രമിക്കും. ഓക്കെ, തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ നോട്ട്സ് എഴുതുക. എല്ലാം നോട്ട്സ് എഴുതുക, മനസ്സിലാക്കുക, ഓരോന്ന് വ്യക്തവും കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്ത് മനസ്സിലാകുന്നതിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് കാണുക. അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ വളരാൻ പറ്റൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അത് മാത്രമല്ല, നല്ല ഈ സാധാരണ ഈ യൂട്യൂബിലുള്ള ഈ നല്ല റേഞ്ചുള്ള അറിവും റേഞ്ചുള്ള മൈൻഡ് സെറ്റും വേണം. തീർച്ചയായിട്ടും സമയം എടുത്തുകൊണ്ട് മാത്രമേ ഗ്രോ ചെയ്യാൻ പറ്റൂ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ.